ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പം ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അനൂപ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് മൈക്കോൺ ഇത് പറയൂ. ഓക്കെ. അപ്പൊ ഇതില് വരുന്നത് നിങ്ങൾക്കറിയാം, മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ഇത്ര പോർഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊഡ്യൂൾ 1 നമ്മൾ ആദ്യം ഇതിന്റെ സബ്ജക്ട് വരുന്നത് സോയിൽ ഡൈനാമിക്സ് ആൻഡ് മെഷീൻ ഫൗണ്ടേഷൻസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സോയിൽ ഡൈനാമിക്സ് എന്നുള്ളത് ഫസ്റ്റ് 2 മൊഡ്യൂളിൽ കവർ ചെയ്യും. മെഷീൻ ഫൗണ്ടേഷൻസ് എന്നുള്ളത് അടുത്ത 2 മൊഡ്യൂളിൽ കവർ ചെയ്യും. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞ പോലെ വൈബ്രേഷൻ ഐസൊലേഷൻ, വൈബ്രേഷൻ കുറയ്ക്കാനുള്ള ടെക്നിക്സ് ഒക്കെയാണ് അവിടെ പറയുന്നത്. സോയിലിൽ റെയിൽവേ ട്രാക്സിലൊക്കെ വരുന്ന ആ ഒരു എനർജി ഡിസിപ്പേഷൻ, എനർജി ഹൗ ക്യാൻ യു ഡിസിപ്പേറ്റ് ടു യുവർ സറൗണ്ടിങ് എന്നുള്ള പോലെ ഹൗ ക്യാൻ റെഡ്യൂസ് ഡിസിമിനേറ്റ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നോക്കി നോക്കൂ, സോയിൽ ഡൈനാമിക്സിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫില് സ്ട്രക്ചറൽ ഡൈനാമിക്സിലെ പോലെ തന്നെ കുറെ കാര്യങ്ങളാണ്. STയിൽ നിങ്ങൾ SAയിലൊക്കെ പഠിച്ച കുറേ കാര്യങ്ങൾ അതുപോലെ വരും. അതിന്റെ ഓവറായിട്ട് വരുന്നത് ഡൈനാമിക് പ്രോപ്പർട്ടീസ് അല്ലെ. ആദ്യം നമ്മൾ സ്ട്രക്ചറൽ ഡൈനാമിക്സിന്റെ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, എന്നിട്ട് അതിന്റെ ഓവറായിട്ട് സോയിലിന്റെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചറൽ ലോഡിങ് വരുമ്പോൾ സോയിലിന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണ്ടേ. അതായത് നമുക്കറിയാം, ഇപ്പോൾ സാധാരണ നമ്മൾ ജിയോടെക് ലാബിൽ ചെയ്യുന്നത് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്, CBR ഇങ്ങനെയുള്ളതാണ്. പക്ഷെ ഒരു ഡൈനാമിക് ലോഡ് വരുമ്പോൾ ആ വാല്യൂസിനൊന്നും പ്രസക്തിയില്ല, പ്രോപ്പർട്ടീസിനൊന്നും പ്രസക്തിയില്ല. വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, അതിനെയാണ് ഡൈനാമിക് സോയിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പൊ അത് ഏതൊക്കെയാണ് ഡൈനാമിക് സോയിൽ പ്രോപ്പർട്ടീസ്, അത് എങ്ങനെ കണ്ടുപിടിക്കാം, ടെസ്റ്റുകളൊക്കെ എങ്ങനെ നടത്താം. കുറച്ച് എക്സ്പെൻസീവായ ടെസ്റ്റുകളാണ്. ഈ പറഞ്ഞ പോലെ NITയിലും IITയിലും ഒക്കെ അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അതുപോലെ നമ്മുടെ SPT പഠിച്ചിട്ടില്ലേ അഞ്ജന? SPT ടെസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ജിയോടെക് 2 പഠിച്ചിട്ടില്ലേ? വെരി ഗുഡ്. സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് നമ്മൾ ഫീൽഡിൽ ചെയ്യുന്ന കേരളത്തിലെന്നല്ല എല്ലാ ലോകത്തിലൊക്കെ യൂഷ്വലി നമ്മൾ ഒരു മൾട്ടി സ്റ്റോറി കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതാണ് SPT, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്. അതൊരു ട്രൈപോഡൊക്കെ വെച്ചിട്ട് അതിലൊരു സാധനം ഇങ്ങനെ ഇടിച്ച് കയറ്റി അങ്ങനെ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പൊ ഇതാണ് നമുക്ക് ആ സോയിലിന്റെ ബെയറിംഗ് കപ്പാസിറ്റി അറ്റ് ഡിഫറെന്റ് ലെവൽസ്, ഫൗണ്ടേഷൻ ലെവലിലുള്ള ബെയറിംഗ് കപ്പാസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡൈനാമിക്സ് ഈ SPT ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ SPT എന്ന വാല്യൂ വെച്ചിട്ട് അതിന്റെ ഡൈനാമിക് സോയിൽ പ്രോപ്പർട്ടീസിന് കോറിലേഷൻ എന്നുള്ള ഒരു പോർഷനൊക്കെ നമുക്ക് സിലബസിൽ പഠിക്കാണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇതിന്ന് ചോദ്യം വന്നാൽ അതിന്റെ ഓറായിട്ട് ഇതിന്ന് ചോദ്യം വരാം. അതാണ് ഞാൻ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചത്. ഇപ്പൊ ലേറ്റസ്റ്റ് ജിസ്നിയുടെ ആതിരാനന്ദന്റെ ബാച്ചിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇത് കണ്ടോ, ഫസ്റ്റ് മൊഡ്യൂളില് ഈ ഒരു ചോദ്യം ഇങ്ങനെ കണ്ടോ, ഇത് നമ്മുടെ SD ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഓറ് വരുന്നത് സൈക്ലിക് പ്ലേറ്റ് ലോഡ് ടെസ്റ്റിന്റെ ടെസ്റ്റ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ വന്നോളണം എന്നില്ല, ഇത് ഇവർക്ക് ഇങ്ങനെ വന്നു, നമുക്ക് എങ്ങനെയാണ് വരിക എന്ന് അറിയില്ല. അപ്പൊ ആ രീതിയിൽ കേട്ടോ. അപ്പൊ ഇതിൽ C ഗ്രേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ചിലതൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് C ഗ്രേഡ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെല്ലാം പഠിക്കണം, അത് തന്നെയാണ് വേണ്ടത് ആ രീതിയിൽ. പക്ഷെ ഭയങ്കര ടഫ് ഉള്ളതുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള പോർഷൻസ്, കാരണം ഇതൊരു ടഫ് സബ്ജക്ട് തന്നെയാണ്, MTech ലെവലിൽ വരുന്നൊരു പേപ്പർ തന്നെയാണ് നമ്മുടെ ഈ സാധനം. ക്ലിയർ അല്ലേ? അപ്പൊ പോട്ടെ, നമുക്ക് എല്ലാം പഠിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡൈനാമിക് സോയിൽ പ്രോപ്പർട്ടീസ് എന്തായതാന്നുള്ളതൊക്കെ അറിയാം. പിന്നെ വരുന്നത് ഇത് കണ്ടോ, ഇതിൽ ഫുള്ളി ഒരു കൺവെൻഷണൽ തിയറി, പക്ക തിയറി എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് പഠിച്ചില്ലേ? നിങ്ങളോട് ആ ക്വസ്റ്റ്യൻസ് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഒരു ബോക്സ് അത് നിങ്ങൾ എഴുതി കൊണ്ടുവരണം കേട്ടോ. നിങ്ങളുടെ ഈ നോട്ടാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്, വേറെ ഒന്നും ഞാൻ അസൈൻമെന്റ് ആയിട്ട് തരില്ല. എന്താണോ നോട്ടിലേക്ക് എഴുതാൻ പറയണത് അത് എഴുതി കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അസൈൻമെന്റ് 1 എന്നും അസൈൻമെന്റ് 2 എന്ന് പറഞ്ഞിട്ടും രണ്ടാക്കാം. മൊഡ്യൂൾ 1 ഉം 2 നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചാൽ അത് അസൈൻമെന്റ് 1. എല്ലാം അല്ല, ഈ പറഞ്ഞ പോലെ എല്ലാം വലിച്ചു പറയാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതേണ്ട ലെക്ചർ നോട്ടിന്റെ രീതിയിൽ തന്നാൽ മതി. അത് തന്നെയാണ് നിങ്ങളുടെ അസൈൻമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതില് നമ്മൾ ആ ഡെഫിനിഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാളെ ആകുമ്പോഴേക്കും അത് എഴുതി കൊണ്ടുവരണം. പിന്നെ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ മാത്രം അത് എഴുതി കൊണ്ടുവരണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, മൂഡ്സ് വൈബ്രേഷൻ നമ്മൾ പറഞ്ഞു. 6 degrees ഓഫ് ഫ്രീഡം ആണ് ഒരു ബ്ലോക്ക് ഫൗണ്ടേഷൻ ഉണ്ടാവുക. കാരണം യു ഹാവ് ടു റിസ്ട്രെയിൻ ദ മൂവ്മെന്റ്സ് ഇൻ 6 directions, 6 ways അല്ലെ. 3 ട്രാൻസ്ലേഷണൽ വേസും 3 റൊട്ടേഷണൽ മൂവ്മെന്റ് യു ഹാവ് ടു റിസ്ട്രെയിൻ. സോ എ ബ്ലോക്ക് റിജിഡ് ഫൗണ്ടേഷൻ ഷുഡ് ഹാവ് 6 degrees ഓഫ് ഫ്രീഡം. 6 അതാണ് ഇവിടെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അത് നമ്മൾ പഠിച്ചു. ഇനി ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒരു പക്ക തിയറി, നമ്മൾ ഈ തിയറി പഠിക്കുന്ന പോലത്തെ ഒരു സംഭവങ്ങളാണ്.
അത് കാണാപ്പാഠം പഠിച്ചു വെക്കുക. ഇലാസ്റ്റിക് ഹാഫ് സ്പേസ് തിയറി ഇതൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ ഇടയ്ക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാതെ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പണ്ട് ഇവർക്കൊക്കെ ഞാൻ 24 പാസ്വേഡിനൊക്കെ എടുക്കുമ്പോൾ 4 പീരീഡ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമുക്കിപ്പോൾ 2 പീരീഡ് അല്ലേ ഉള്ളൂ. 2 പീരീഡിൽ തന്നെ അത് ഇതൊക്കെ പറഞ്ഞ പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നടത്താനും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതുപോലെ അസൈൻമെന്റ് ഓൺലൈൻ ക്ലാസ് വെക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഇത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നല്ല ട്രാക്കിലാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ കാര്യം ഇത് കാണുന്നില്ലേ ശ്രീലക്ഷ്മി, പറയൂ ഇതെന്താണ്? ഈ മൊഡ്യൂൾ 3യുടെ തീം എന്താണ്? ബോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈൻ ഒന്ന് വായിച്ചേ. ഇത് ഈ നീല ശ്രീലക്ഷ്മി, ഹലോ, ആരെങ്കിലും? ശ്രീലക്ഷ്മിക്ക് മയക്കുന്ന പ്രശ്നമാണോ? പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ ഓ ലാഗ് വരുന്നുണ്ട് തോന്നുന്നു അല്ലേ, എന്താണെന്നറിയില്ല. ഞാൻ പറയുന്ന അപ്പോ ഓക്കെ ശരി. അപ്പൊ ഇതിൽ വേണ്ട, ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ സോയിൽ ഡൈനാമിക്സ് ആണെന്ന് മനസ്സിലായി. സ്ട്രക്ചറൽ ഡൈനാമിക്സ് വിത്ത് സപ്ലിമെന്റഡ് ബൈ ഡൈനാമിക് സോയിൽ പ്രോപ്പർട്ടീസ് ആണെന്ന് മനസ്സിലായി. സെക്കൻഡ് മൊഡ്യൂളിൽ എത്തിയപ്പോൾ മെഷീൻ ഫൗണ്ടേഷൻ, നമ്മുടെ സബ്ജക്ട് സോയിൽ ഡൈനാമിക്സ് ആൻഡ് മെഷീൻ ഫൗണ്ടേഷൻസ് ആയതുകൊണ്ട് സെക്കൻഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് മെഷീൻ ഫൗണ്ടേഷൻ എന്താണ്? മെഷീൻ ഫൗണ്ടേഷൻസ് തന്നെ 2 തരമുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസും ഇമ്പാക്ട് ടൈപ്പ് മെഷീനും. അതെന്താണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ശരിക്കും ഒരു സിലബസ് ഓർഡറിലൊന്നും അല്ല, ഒരു അവിയൽ പരുവത്തിലായിരിക്കും ഇന്ന് പോകുന്നുണ്ടാവുക. കാരണം ഇതെന്താ വെച്ചാൽ ഞാൻ അത് പറയാം. കാരണം ഇത് ചിലപ്പോൾ നമ്മൾ ഇതിലത്തെ കുറച്ച് ആസ്പെക്ട്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരിക്കും. മേ ബി ചിലപ്പോൾ ഇതിലത്തെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ടാവും. പിന്നെ ടു ദി സിലബസ് ആയിട്ട് നമുക്ക് നാളെ ഡിസ്കഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞു. ഇവിടെ എന്താണ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണെന്നുള്ളത് പഠിക്കണം, അതാണ് ഇവിടെ പ്രധാനം. പക്ഷെ ഇതിൽ നിന്നൊക്കെ എസ്എ ക്വസ്റ്റ്യൻസ് വരാം. കാരണം ഇത് നോക്കി നോക്കൂ, ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ മൊഡ്യൂൾ 2 എക്സ്പ്ലെയിൻ ദ ഇലാസ്റ്റിക് വെയിറ്റ് സ്പ്രിംഗ് മെത്തേഡ്. അതായത് നമ്മളൊരു നോട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് പഠിച്ചു വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ എഴുതാം. ക്ലിയർ അല്ലേ? ഓറായിട്ട് സെക്കൻഡ് മൊഡ്യൂളിലെ ചോദ്യം ഇതാണ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ F0 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആ സെക്കൻഡ് മൊഡ്യൂൾ എത്തുമ്പോൾ നമ്മൾ ഈ കണക്ക് ചെയ്യും. അത് തന്നെ ചോദിച്ചോൾ, നമുക്ക് നോക്കാം. അത് ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാറുണ്ട് ഇതവിടെ. അപ്പൊ നമുക്ക് ഇത്തിരി പഠിക്കാനുണ്ട് കേട്ടോ ഈ സബ്ജക്റ്റ്. ഇനി ഇതെന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് ഈ സാധനം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇത് കോഡിലുള്ളതാണ്. ഈ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സിലബസിൽ നോക്കൂ, ഡിസൈൻ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ കണ്ടോ. ഈ ചോദ്യം ആക്ച്വലി ഇത് അതിന്റെ കോഡിൽ അതുപോലെ ഉണ്ട്. അത് നോക്കി എഴുതാനുള്ളതാണ്, നോക്കി എഴുതാൻ പറ്റും. പക്ഷെ അത് പെർമിറ്റ് ചെയ്യോ എന്നുള്ളതാണ്. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ അവർ എഴുതിയിട്ടില്ല. അപ്പൊ അത് കൊണ്ടുപോകാൻ സത്യത്തിൽ അവകാശം നമുക്കില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വെക്കാമെന്ന് മാത്രം. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മേ ബി ഇത് ഡിസൈൻ പ്രൊസീജിയർ ഫോർ നമ്മുടെ സിലബസിലും ഇല്ല. സിലബസ് നോക്കുമ്പോൾ കേട്ടോ, സിലബസിലും ഇല്ല അങ്ങനെ കോഡ് യൂസ് ചെയ്യാന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. കോഡിന്റെ പേര് പോലും ഇവർ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ എങ്ങനെയാ ഞങ്ങൾ ഫസ്റ്റ് സ്കീമിലും സെക്കൻഡ് സ്കീമിലും യൂസ് ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞ പണ്ടത്തെ പോലെയല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ഒക്കെയാണ്. ക്വാളിറ്റി കൺട്രോളൊക്കെ ഇവിടെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൽ കണ്ടോ, എന്ന് പറയുന്നത് ഇതിൽ ഉണ്ട്. അത് നമുക്ക് എന്തായാലും കോഡ് വെച്ചിട്ട് തന്നെ ആയിരിക്കും ക്ലാസ്സിൽ ഡിസ്കഷൻ കാര്യങ്ങളും പോവുക. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതിനെ പറഞ്ഞ പോലെ ഒരു 14 മാർക്കിന്റെ ChatGPT കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ സിമ്പിൾ വെർഷൻ കിട്ടും. നിങ്ങൾ തന്നെ നമുക്കൊന്ന് പഠിച്ചിട്ട് നിങ്ങൾ തന്നെ സെമിനാർ പോലെയൊക്കെ ഒന്ന് അവതരിപ്പിച്ചാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഓർമ്മ നിൽക്കും. കണ്ടോ, അപ്പൊ ഈ ബ്ലോക്ക് ഫൗണ്ടേഷൻ അതിന്റെ അതാ ബ്ലോക്ക് ഫൗണ്ടേഷൻ, ഈ ഇമ്പാക്ട് അല്ല എന്തായിരുന്നു ഇവിടെ, ഈ റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നതായിരിക്കണം. ബ്ലോക്ക് ഫൗണ്ടേഷൻ റെസിപ്രോക്കേറ്റിംഗ് കണ്ട, അതായത് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് മെഷീന്റെ ബ്ലോക്ക് ഫൗണ്ടേഷന്റെ നിർമ്മിതിയുടെ ഡിസൈൻ ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അതിന്റെ ജനറൽ റിക്വയർമെന്റ്സ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മീൻസ് അത് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. മൊത്തം പഠിക്കുമ്പോൾ ഓറായിട്ട് ഏതെങ്കിലും ഒന്ന് വരും. മനസ്സിലാവുന്നില്ലേ? അത് കുഴപ്പമില്ല, അപ്പൊ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.
കോഡില്ലെങ്കിൽ തന്നെ. ഇനി ഇമ്പാക്ട് ടൈപ്പ് മെഷീൻ, അടുത്തത് ഇമ്പാക്ട് ടൈപ്പ് മെഷീൻ ആണ്. അതിന്റെ ഫൗണ്ടേഷന്റെ റിക്വയർമെന്റ്സ് എന്താണ്, ഡിസൈൻ ക്രൈറ്റീരിയ എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇതിൽ വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ആക്റ്റീവ് പാസീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്കറിയാം ഈ വൈബ്രേഷൻസ് ഐസൊലേഷൻ, ആക്റ്റീവ് ആൻഡ് പാസീവ് ഐസൊലേഷൻ. മെഷീൻ ഇങ്ങനെ ഇതാവുമ്പോൾ മെഷീൻ കറങ്ങുമ്പോൾ അതിന്റെ വൈബ്രേഷൻസ് ഒക്കെ സോയിലൊക്കെ വരില്ലേ? അപ്പൊ അത് നമ്മുടെ അഡ്ജോയിനിങ് ബിൽഡിങ്സിലേക്ക് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ തരത്തിൽ ആക്റ്റീവ് ഐസൊലേഷൻ ടെക്നിക്സ് ഉണ്ട്, പാസീവ് ഐസൊലേഷൻ അല്ലെ. നമ്മൾ റബ്ബർ കുഷ്യൻസ് ഒക്കെ വെച്ച് കൊടുത്താൽ ആ ലോഡിനെ ഡിസിപ്പേറ്റ് ചെയ്യാലോ, മീൻസ് ആ വൈബ്രേഷൻ ലോഡിനെ പിക്കപ്പ് ചെയ്യാലോ. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ട്രെഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്നാൽ പറഞ്ഞില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഇതുപോലത്തെ ഒരു ചോദ്യം തന്നെയല്ലേ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ. സത്യം പറഞ്ഞാൽ എളുപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതില് ഈ പാർട്ടിയിൽ മാത്രം കുറച്ചൊരു കാണുമ്പോൾ ഒരു ഇത് തോന്നുന്ന കുറച്ച് ഇതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എനിക്ക് തരാനുണ്ട്. കാരണം എന്റെ കയ്യിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പറും കൂടി, ഇത് ഞാനിപ്പോ ഇവരുടെ ബാച്ചിന്റെ രഞ്ജിത് സാറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത, രഞ്ജിത് സാർ ആയിരുന്നല്ലോ എടുത്തത്. അതുകൊണ്ട് മറ്റേതിന്റെ കയ്യിലുണ്ട്. ഞാൻ അതും നമ്മുടെ ഇതിന്റെ ഉള്ളിലിട്ട് വെക്കാം. ഏതിന്റെ ഉള്ളിലിട്ട് വെക്കാം? ഈ ഡ്രൈവ് തുറന്നിട്ടുണ്ടല്ലോ ഇപ്പോ, മനസ്സിലായോ? ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇത് വെക്കാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ. പോയോ? അപ്പൊ അത് എന്താണ് ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശരി ശരി, ഓക്കെ. അപ്പൊ അത് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു അത്യാവശ്യം വലിയ അല്ലെ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ടും ഉള്ളൊരു ഇതാണ് വരുള്ളൂ. അത് നമുക്ക് പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 പീരീഡ് ആണെങ്കിൽ ഇടയ്ക്ക് ഇതൊന്നും എടുത്ത് നോക്കണം, അല്ലെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഇതിന്റെ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ ഇതിൽ പറയുമ്പോൾ നാളെ എല്ലാവരും ഡെഫിനിഷൻസ് എഴുതിക്കൊണ്ടുവരണം. ഡെഫിനിഷൻസ് എഴുതിക്കൊണ്ടുവരുമ്പോൾ അത് മാത്രം പോരാ, ഈ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് എന്ന് പറയുന്ന അതുവരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുവരെയുള്ളത് എന്തായാലും എഴുതി പടമൊക്കെ വരച്ചിട്ട് അതിന്റെ ചോദ്യമൊക്കെ ചോദിക്കാം. അത് എഴുതി കണ്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കാണുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആ ബ്ലോക്ക് വാട്ട് ആർ ദി ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അത് കണ്ടോ, ആ ചോദ്യമാണ് അവിടെ നമ്മൾ ഇത്ര ആയിട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കണ്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പതുക്കെ ഇനി പഠിപ്പിലേക്ക് വരികയാണ്. അതുപോലെ ഇടയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ നമുക്ക് വെക്കേണ്ടി വരും. അപ്പൊ അത് ചെയ്യാം. ഇനി നമ്മുടെ ഇതിൽ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ ഇതിലിപ്പോ ഞാൻ ഇത് പറഞ്ഞ പോലെ ഈ ഒരു രീതിയിൽ ഒരു നോട്ടായിട്ടല്ല, വേറൊരു രീതിയിൽ നോട്ട്, അതായത് ഇതില് എന്താ വെച്ചാൽ എംടെക്കാരുടെ പ്രിപ്പയർ ചെയ്തൊരു നോട്ടാണ്. ഈ നോട്ടിനെ നിങ്ങൾ നമ്മുടെ രീതിയിലേക്ക് ഒന്ന് ആക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് നോട്ട് അങ്ങനെ ആയിക്കോളും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഇവർക്ക് അഡ്വാൻസ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ നോട്ടാണ് ഇത്. ഇവിടെ തൊട്ട് ഞാൻ ഇത് നാളെ ക്ലാസ്സിൽ എടുക്കൂട്ടോ. ഞാനിതിപ്പോ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് മൊഡ്യൂൾ മിക്കവാറും ഇപ്പൊ ഇതോടെ ഇങ്ങോട്ട് കവർ ചെയ്യുന്ന പോലെ പോയാലും നാളെ പ്രോബ്ലംസും ജസ്റ്റ് ഒരു ഇതും കൂടിയായിട്ട് നമ്മൾ ഇത് നാളെ ക്ലാസ്സിൽ തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് അറിയുന്നതല്ലേ? എന്താണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം? ഡൈനാമിക് അനാലിസിസ് എന്താണ് അത് പറയണമെങ്കിൽ അതാ പറഞ്ഞേ. ഇത് ചിലപ്പോൾ പറയാതെ ഇതിലേക്ക് വന്നാലും ക്ലാസ്സിലല്ലല്ലോ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ജനറലി ആലോചിക്കും, ഇതൊന്നും വേണ്ട എന്ന് വെക്കുക. ജനറലി നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു ഫൂട്ടിങ്ങിന്റെ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് സ്റ്റാറ്റിക് അനാലിസിസും ചെയ്യണം, ഡൈനാമിക് അനാലിസിസ് ചെയ്യണം അല്ലെ? ഇപ്പൊ വലിയ ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാറ്റിക്കലി സ്റ്റേബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ IS കോഡ് IS 456 ഒക്കെ വെച്ചിട്ട് അതായത് സ്റ്റാറ്റിക് ലോഡൊക്കെ വരുമ്പോൾ അതിന് ഇതാവാനായിട്ടല്ലേ നമ്മൾ ബീം ഇത്ര ഇങ്ങനെ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ കോളത്തിന്റെ ഡിസൈൻ ഇങ്ങനെ ആവണം, സ്ലാബ് ഇങ്ങനെ ആവണം എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി യു ആർ അക്കൗണ്ടിങ് ദ ഡെഡ് ലോഡ്, ലൈവ് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള യൂഷ്വൽ ലോഡ്സുകൾ, വിൻഡ് ലോഡ് ഒക്കെ അക്കൗണ്ട് ചെയ്യുന്നുണ്ടാവും. എർത്ത് ലോഡ് അതിൽ വരുന്നില്ലല്ലോ. എർത്ത് ലോഡ് വരുന്നുണ്ടോ? എർത്ത് ലോഡ് വരുന്നുണ്ടാവും അല്ലെ? കോമ്പിനേഷൻ വരുന്നുണ്ടോ? അതുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞേ. എർത്ത് ലോഡ് വരുന്നില്ലേ? ഇല്ലേ? ഓക്കെ, അപ്പൊ അതില്ല. അപ്പൊ ഈ 3 ലോഡുകൾ എന്ന് പറയുമ്പോൾ അത് സ്റ്റാറ്റിക് ലോഡിന്റെ ഗണത്തിലാണ് അത് വരുന്നത്.
അപ്പോൾ സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്നതിന് ലോഡ് വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ നമ്മുടെ ബിൽഡിംഗ് സ്ട്രോങ് ആവണ പോലെ വേണം നമ്മൾ അതിന്റെ ഫ്രെയിം സ്ട്രക്ചറിലെ എലമെന്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ബ്ലാസ്റ്റ് ലോഡ്സ് വരാം, എർത്ത് ക്വേക്ക് ലോഡ്സ് വൺസ് ഇൻ എ വൈൽ ആണെങ്കിൽ അത് വരാം. അപ്പൊ അങ്ങനെയും അത് സ്റ്റേബിൾ ആവണമെങ്കിൽ ആക്ച്വലി ആ ബിൽഡിങ്ങിന് ഡൈനാമിക് അനാലിസിസ് ചെയ്യണം. ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ സ്ട്രക്ചറൽ അനാലിസിസ് പഠിച്ചപ്പോൾ ആർദ്ര മിസ് ലാസ്റ്റ് മോഡ്യൂൾ പഠിച്ചിട്ടുണ്ടാവും. ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിനെ അതിന് നമ്മൾ പറഞ്ഞില്ലേ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു മാസ് ഉണ്ട്, അത് ഒരു 10 നില കെട്ടിടമാണെങ്കിൽ there are 10 masses lumped at each floor level and it is supported with the spring the columns of equivalent stiffness എന്നുള്ള രീതിയിൽ നമ്മൾ K1 K2 K3 എന്നുള്ള പോലെ ചെയ്ത് ഡൈനാമിക്കലി അതിനെ അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ഡൈനാമിക്കലി അനലൈസ് ചെയ്യുക? എങ്ങനെയാണ് ചെയ്യുക? അതിനെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് അതിന് പോസിബിൾ ആയിട്ടുള്ള എക്സൈറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിഫർ ചെയ്യണ പോലെ വേണം നിങ്ങൾ നിങ്ങളുടെ ബിൽഡിങ്ങിനെ ഡിസൈൻ ചെയ്യാൻ അല്ലേ. ഇപ്പൊ ഒരു 10 റിക്ടർ സ്കെയിലിൽ 10 അടയാളപ്പെടുത്തുന്ന എർത്ത് ക്വേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന്റെ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി എത്രയെന്ന് അറിയുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമാവണം നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അത് കൂടുകയാണോ കുറയണോ എന്നുള്ളത് എനിക്കറിയില്ല. പറഞ്ഞ പോലെ ഞാനത് തിയറി നമുക്ക് അറിയുള്ളൂ. എന്തായാലും അത് ഡിഫർ ആവണം. സെയിം ആണെങ്കിൽ ഇത് സംഭവിക്കും, ഈ വേവും ആ വേവും കൂടിയിട്ട് കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഇതിന്റെ രീതിയിൽ അതിന്റെ ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ് കൂടിക്കഴിഞ്ഞാൽ അത് ഈ പാലം മറ്റേ പട്ടാളക്കാരുടെ മാർച്ച് പാസ്റ്റ് ചെയ്തപ്പോൾ പാലം തകർന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മുടെ ബിൽഡിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഷുഡ് ബി ഫാർ അവേ ഫ്രം ദി പോസിബിൾ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ആ രീതിയിൽ വേണം അത് അങ്ങനെ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഈ വാതിലുകളും ജനലും മാസ് എങ്ങനെയാണ് നമ്മൾ മാറ്റുന്നത്? ഇപ്പൊ മാസ് ഇപ്പൊ ഒരു ഫ്ലോറിൽ ഇപ്പൊ നമ്മൾ ജനലും വാതിലൊക്കെ നമുക്കറിയാം വെന്റിലേഷനും ഓപ്പണിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ അത്രയും പോർഷനിൽ നമ്മൾ മേസണറി കുറയുന്നതല്ലേ. അതെനിക്ക് ജസ്റ്റിൻ സാർ പറഞ്ഞതാണ് കേട്ടോ. ഞാനിത് M.Tech പഠിക്കാൻ പോയപ്പോൾ സാറിനോട് പോയി ചോദിച്ചപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. നമ്മളത് അങ്ങനെ വെന്റിലേഷൻ ചില ഓപ്പണിങ്സ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഡൈനാമിക് അനാലിസിസിൽ ആ വെന്റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓട്ടകളൊക്കെ കൊടുക്കില്ലേ, ആർച്ച് പോലെ കൊടുക്കില്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ശരിക്കും നമ്മളെ മാസിനെ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ മാസ് കുറച്ച് കഴിഞ്ഞാല് അല്ലെ ഒരു തടിയുള്ള ആൾക്കാണോ തടി കുറഞ്ഞ ആൾക്കാണോ സ്പീഡിൽ ഓടാൻ പറ്റുക? ഡെഫിനറ്റ്ലി തടി കുറഞ്ഞ ആൾക്കാണ്. കാരണം ആൾക്ക് സ്പീഡ് കൂടുതലാണ്, അയാളുടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. മാസ് കുറയുമ്പോഴാണ് ഫ്രീക്വൻസി √K/m അല്ലെ. മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അപ്പൊ ആ രീതിയിൽ സ്പീഡ് കൂടുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എർത്ത് ക്വേക്ക് ഒക്കെ വരുമ്പോൾ അത് അതിന് അല്ലെ ആ ഓസിലേഷൻ അത്ര ഇത് ചെയ്യില്ലേ, അങ്ങനത്തെ രീതിയിലൊക്കെ. അപ്പൊ അങ്ങനെ മാസിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഓപ്പണിങ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് കോളത്തിന്റെ ഒക്കെ സ്റ്റിഫ്നെസ് അല്ലെ, ആക്സിയൽ റിജിഡിറ്റി, അത് നിങ്ങൾ ഇന്നലെ വീഡിയോ കണ്ടില്ലേ. അപ്പൊ റിജിഡിറ്റി തന്നെ 3 തരം ഉണ്ട് എന്നൊക്കെ ഞാൻ എന്തൊക്കെയാ പറയുന്നത് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല അതിൽ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത്. ഓർമ്മയുള്ളവരൊന്ന് പറഞ്ഞേ. എന്തൊക്കെയോ ഒരു 3 തരത്തില് റിജിഡിറ്റി ഉണ്ട് എന്ന് ആ വീഡിയോയിൽ പറയണ്ടല്ലോ ലാസ്റ്റ് എവിടെയൊക്കെയോ. കോളത്തിന് എന്ത് റിജിഡിറ്റിയാണ് എന്തൊക്കെയോ ഒരു പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടോ? നമ്മുടെ സ്റ്റിഫ്നെസ് ആരെന്നെ വിളിക്കേണ്ടത്, ഒരു പേര് വിളിക്കാത്തവരായിരുന്നു. ദർശനയാണോ? പക്ഷെ ആൻസർ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലെ. ദർശന ഒന്ന് പറയൂ, ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓർമ്മയില്ലേ? കുഴപ്പമില്ല. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അത് ലാസ്റ്റ് പോർഷനിലാ പറയുന്നത്. അപ്പൊ അത് കേൾക്കണം കേട്ടോ. നാളെ ഞാൻ വീണ്ടും ചോദിക്കും. എന്നാ നാളെ ചോദിക്കണുള്ളൂ. ഇന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച് വരിക. നമ്മള് പറയുന്നുണ്ട് എന്തൊക്കെ ടോർഷണൽ റിജിഡിറ്റി, ആക്സിയൽ റിജിഡിറ്റി, അതായത് AE/L എന്നൊക്കെ പറഞ്ഞ MOS നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ അത് ഈ ഒരു ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കണമെങ്കിൽ അതിന്റെ അത് അങ്ങനെയാണ് പറയാ റിജിഡിറ്റി. EI എന്നൊക്കെ പറഞ്ഞ അത് ഫ്ലക്ച്വൽ റിജിഡിറ്റി അല്ലേ. അപ്പൊ അതൊന്ന് നാളേക്ക് നോക്കി വരിക. ഈ ഓരോ മെമ്പറിലെ ഫ്ലക്ച്വൽ റിജിഡിറ്റി, ആക്സിയൽ റിജിഡിറ്റി, നമ്മുടെ ടോർഷണൽ റിജിഡിറ്റി, എന്തൊക്കെയുണ്ട് അതൊക്കെ എന്താണ് അതിൽ ഓരോ റിജിഡിറ്റികളുടെയും വ്യത്യാസങ്ങൾ എന്താന്ന് നോക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോളമാകുമ്പോൾ ആക്സിയൽ റിജിഡിറ്റി വേണം, മറ്റേതാകുമ്പോൾ ബീമാകുമ്പോൾ മറ്റേ ഫ്ലക്ച്വൽ റിജിഡിറ്റി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കണം. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ എസ്സേയിൽ എനിക്ക് ബേസിക് നോളജ് മാത്രം തന്നെ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ നോക്കിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ആക്കി അതിന്റെ സ്റ്റിഫ്നെസ് ഇക്വലന്റ് ആവുമ്പോൾ
എന്താണ് പറ്റുന്നത്? എൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ നമ്മൾ മിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ഒപ്റ്റിമൈസ് ചെയ്യാണ് ചെയ്യണേ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്താണ്? എക്സൈറ്റിംഗ് ഫ്രീക്വൻസിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ബിൽഡിംഗ് നിങ്ങൾ പണിയുമ്പോൾ, ബിൽഡിംഗ് ഇൻക്ലൂഡിങ് ഫൂട്ടിങ് നമ്മൾ പണിയുമ്പോൾ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ മറ്റ് വില്ലനാവാത്ത രീതിയിൽ നായകനാവുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ മാസും സ്റ്റിഫ്നെസ്സും നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യണം. അതുപോലെ അതിന്റെ ഫൂട്ടിങ്ങിന്റെ താഴെ വരുന്ന മണ്ണിന്റെ സ്ട്രെങ്ത്തിന് വരെ അതിന് പ്രസക്തി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ സോയിലിന്റെ സ്റ്റിഫ്നെസ്, സോയില് നിങ്ങൾ ഇത് പഠിച്ചില്ലേ, എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഓണേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡുലസ് ഓഫ് സബ്ഗ്രേഡ് റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ആ സോയിലിന്റെ മോഡുലസ് അത് ശരിക്കും ഒരു റിജിഡിറ്റിയുടെ പോലത്തെ ഒരു സംഭവമാണ്. മോഡല് അതും നാളെ നോക്കിയിട്ട് വരിക കേട്ടോ. മനസ്സിലായോ? അപ്പൊ എൻ്റെ ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ യൂണിറ്റിന്റെയും ഒരു ലോഡ് താങ്ങാൻ വരുന്ന മെമ്പേഴ്സിനുള്ള റിജിഡിറ്റി ഇൻക്ലൂഡിങ് ദ സോയിലിക്കാണല്ലോ അൾട്ടിമേറ്റ്ലി ലോഡ് വരുന്നത്. അതിന്റെ കൂടെ നമ്മുടെ അതും മാസും ഇവര് തമ്മിലുള്ള ഒരു കോമ്പാറ്റബിലിറ്റിയിലാണ് നമുക്ക് ഡൈനാമിക് അനാലിസിസ് സ്റ്റേബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഒരു ഓക്കെ അടിക്കോ? പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, മനസ്സിലായവരൊക്കെ ഒന്ന് ഓക്കെ ക്ലിയർ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ നമുക്ക് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അതായത് നമ്മൾ പറഞ്ഞത് ഡൈനാമിക് അനാലിസിസ് നമ്മൾ പെർഫോം ചെയ്യണം. എർത്ത് ലോഡ്, ബ്ലാസ്റ്റ് ലോഡ്, അങ്ങനെ യുദ്ധമൊക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ എപ്പോഴും ബ്ലാസ്റ്റ് ലോഡ്സ് അങ്ങനെയൊക്കെ വരില്ലേ? അപ്പൊ ആ ബിൽഡിങ്ങിനൊക്കെ എപ്പോഴും ബ്ലാസ്റ്റ് ലോഡ്സ് അങ്ങനെയൊക്കെ വരാം. നമ്മുടെ മിസോറാം മേഘാലയ അവിടെയുള്ള ബിൽഡിങ്സ് ഒക്കെ അവിടെയൊക്കെ ഫ്ലാറ്റ് കിട്ടുക എന്നൊക്കെ വിചാരിച്ചു. അത് എപ്പോഴും വൾണറബിൾ ഏരിയയാണ്, എർത്ത് ലോഡ് ഏരിയയാണ്. അവിടെയൊക്കെ ബിൽഡിംഗ് എപ്പോഴും ഡൈനാമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. ഡൈനാമിക്കലി സ്റ്റേബിൾ ആവണമെങ്കിൽ അതിന്റെ എന്ത് പറയുക, ഡൈനാമിക് അനാലിസിസ് നമ്മൾ പെർഫോം ചെയ്തിട്ട് അതിനെ ഓക്കെ ആക്കണം അല്ലെ? അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന റെസൊണൻസ് ഉണ്ടാവാത്ത പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? നമ്മൾ ചെയ്യുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആള് നല്ലതാവണം. ക്ലിയർ അല്ലേ? അപ്പൊ അത് നല്ലതാവുന്ന രീതിയിലൊക്കെ വേണം നമ്മളത് ചെയ്യാൻ. ഇതുവരെ ഓമ ക്ലിയർ ആണെങ്കിൽ അടുത്തേക്ക് കിടക്കട്ടെ. അടുത്തേക്ക് കിടക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ടൈപ്പ് ചെയ്തിട്ടാലും മതി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ ഇതിലേക്ക് പോവാം. അപ്പൊ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇവിടെ പറയുമ്പോൾ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കണേ. കണ്ടോ, ഇതൊക്കെ ലെക്ചർ നോട്ട് പോലെ എഴുതിയാലും മതി കേട്ടോ. നിങ്ങൾ എങ്ങനെ എഴുതിയാലും നിങ്ങളുടെ അസൈൻമെന്റിന് ഞാൻ മാർക്ക് തരും. അപ്പൊ ഇത് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മെഷീൻ ഫൗണ്ടേഷൻ, നമ്മൾ ഇതാണ് സോയിൽ ഡൈനാമിക്സ് ആൻഡ് മെഷീൻ ഫൗണ്ടേഷൻസ് ആണ്. അപ്പൊ നമ്മള് മെഷീൻ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നതിന് നമുക്കറിയാം, ഒരു മെഷീന്റെ താഴെയുള്ള ഫൗണ്ടേഷനെയാണ് മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ടർബൈനൊക്കെ ആലോചിക്കുക. ടർബൈനൊക്കെ വെച്ച് ഒരു തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ ഈ പിള്ളേരുടെ 2 ബാച്ചിന്റെ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ? പെരിങ്ങൽകുത്ത് ഡാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. 2 ബാച്ചിന്റെ കൂടെ പോയിണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങൾ ഈ ടർബൈൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിന്റെ കൺസ്ട്രക്ഷൻ അത് നിങ്ങൾ പോയിട്ടില്ല അല്ലേ? അപ്പോൾ എന്താ അയ്യോ ശരി, എനിക്കറിയില്ല. പക്ഷെ ആ പണ്ടൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോവായിരുന്നു, എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്താണ് നമ്മളിവിടെ അവിടെ പോയപ്പോ ടർബൈൻ്റെ ഇൻസ്റ്റലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ വലിയൊരു ബ്ലോക്ക് ഫൗണ്ടേഷൻ പോലെ അവർ കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അതെന്താണ്, ആ മെഷീൻ, നമ്മുടെ ടർബൈൻ എന്ന് പറയുന്നതാണ് മെഷീൻ. ആ മെഷീന്റെ താഴെ എന്തുണ്ട്, നല്ല വിസ്താരത്തിൽ വലിയ നല്ല ഭംഗിയായിരുന്നു. അതിന്റെ ആ ഫൂട്ടിങ്ങിന്റെ സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ ടർബൈനെ അവിടെ പ്ലേസ് ചെയ്യണ സമയത്തൊക്കെയാണ് പോയിട്ടുണ്ട്. ഒരു ടർബൈനെ അവിടെ പ്ലേസ് ചെയ്യുന്നു, മറ്റേതിന്റെ ബ്ലോക്ക് ഫൗണ്ടേഷൻ കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നല്ലൊരു സമയത്താണ് പറഞ്ഞ പോലെ. ആ സമയത്ത് HOD ആണോ പറഞ്ഞതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ആ സമയം ആക്കിയിട്ടുള്ള രീതിയിലുള്ള പോക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എന്തായാലും പോയപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ മെഷീൻ ഫൗണ്ടേഷൻ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ്, അതാണ് മെഷീൻ ഫൗണ്ടേഷൻ ടർബൈൻ്റെ താഴെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UCC CBRന്റെ താഴെയും ഉണ്ട് നമുക്ക് ഇതേപോലത്തെ മെഷീൻ ഫൗണ്ടേഷൻ. whenever vibration comes so as to take up safely to the ground, you need a machine foundation, you need a block foundation. Okay, you need a foundation. അപ്പൊ ആ മെഷീൻ ഫൗണ്ടേഷനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2 അനാലിസിസ് മസ്റ്റ് ആയിട്ടും പെർഫോം ചെയ്യണം എന്നാ പറയുന്നത്. മെഷീൻ ആയതുകൊണ്ട് എന്ത് വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന മിസോറാമിലെ വീടാണെങ്കിൽ അല്ലെ, ഡൈനാമിക് ഫോഴ്സ് വരുന്ന ഒരു സന്ദർഭമാണെങ്കിൽ സ്റ്റാറ്റിക് അനാലിസിസും ചെയ്യണം, ഡൈനാമിക് അനാലിസിസും ചെയ്യണം. ഓക്കെ, ഈ സ്റ്റാറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനിൽ, ഇനിയിപ്പോ ഫൗണ്ടേഷൻ ആലോചിക്കുക, വീടിന്റെ കാര്യം മറന്നോളൂ, കാരണം നമ്മുടെ സബ്ജക്ട് സോയിൽ ഡൈനാമിക്സ് ആൻഡ് മെഷീൻ ഫൗണ്ടേഷൻസ് എന്നാണ്. അപ്പോ ഒരു ഫൗണ്ടേഷൻ ആലോചിക്കാം. ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ നമ്മുടെ വീടിന്റെ ഫൗണ്ടേഷൻ അല്ലെ,
വീടിന്റെ ഫൗണ്ടേഷൻ ആലോചിച്ചോളൂ. ആ വീടിന്റെ ഫൗണ്ടേഷൻ, നിങ്ങളുടെ വീട്, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന വീടിന് താഴെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കും ആ എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക? 2 തരത്തിലുള്ള ക്രൈറ്റീരിയ ആണെന്നാ പറയാം. ഒന്നെങ്കിൽ ഇത് നിങ്ങൾ ജിയോടെക് 2 പഠിച്ചിട്ടുണ്ട്, ബെയറിംഗ് കപ്പാസിറ്റി അപ്രോച്ച്, ടെറസാഗിയുടെ ബെയറിംഗ് കപ്പാസിറ്റി അപ്രോച്ച് പ്രകാരം ചെയ്യാം, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ക്രൈറ്റീരിയ പ്രകാരം ചെയ്യാം. ചിലവര് രണ്ടും കമ്പൈൻ ചെയ്തിട്ടും ചെയ്യാറുണ്ട്. ബെയറിംഗ് കപ്പാസിറ്റി അപ്രോച്ചും ഒബേ ചെയ്തില്ലേ, സെറ്റിൽമെന്റ് അപ്രോച്ചും ഒബേ ചെയ്തില്ലേ എന്നുള്ള രീതിയിലാണ് നമ്മളെ സ്റ്റാറ്റിക് അനാലിസിസ് നമ്മൾ ചെയ്യുക. യൂഷ്വലി എല്ലാ ബിൽഡിങ്ങിനും എല്ലാ ഫൗണ്ടേഷനും എല്ലാ ഫുട്ടിങ്ങിനും, അതുപോലെ നമ്മുടെ മെഷീൻ ഫൗണ്ടേഷനും അത് ചെയ്യണം. മെഷീൻ ഫൗണ്ടേഷൻ ഇത് ചെയ്യേണ്ടെന്നില്ല, സ്റ്റാറ്റിക് അനാലിസിസ് കമ്പൾസറി ആയിട്ട് ചെയ്യണം. ഇനി മെഷീൻ ഫൗണ്ടേഷൻ ആയതുകൊണ്ട്, അതായത് വൈബ്രേഷൻസ് ഭയങ്കരമായിട്ട് വൈബ്രേഷൻസ് വരുന്നതുകൊണ്ട് അതിന് ഡൈനാമിക് അനാലിസിസ് ചെയ്യണം അല്ലേ? അതായത് അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? യു ആർ ചെക്കിംഗ് ദി ഫ്രീക്വൻസി അഡിക്വസി ഓഫ് ദ ഫൗണ്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. അതായത് അവിടെ വരുന്ന ഓസിലേഷന്റെ ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും സേഫ് അല്ലേ, അഡിക്വേറ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള രീതി തന്നെയാണ് നമ്മൾ ഡൈനാമിക് അനാലിസിസ് എന്ന് പറയുക അല്ലെ? അപ്പൊ ആ മെഷീൻ കറങ്ങുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? ഒരു സ്പീഡ് ഉണ്ടായിരിക്കും. ആ സ്പീഡ് തന്നെയാണ് ഫ്രീക്വൻസി, റൊട്ടേഷണൽ സ്പീഡ് അല്ലെ? ആ ഫ്രീക്വൻസി അത് കാരണം. പിന്നെ അതുപോലെ ഈ വൈബ്രേഷൻ ഇങ്ങനെ മെഷീൻ ഇങ്ങനെ കറങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഈ സ്പീഡും ഈ ഡിസ്പ്ലേസ്മെന്റും നല്ലതല്ലേ, മീൻസ് അത് അഡിക്വേറ്റ് അല്ലേ, അത് കാരണം താഴെയുള്ള സോയില് അല്ലെങ്കിൽ താഴെയുള്ള സിസ്റ്റം പൊട്ടിപ്പോകുന്നില്ലല്ലോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന അനാലിസിസിനെയാണ് ഡൈനാമിക് അനാലിസിസ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഡ്യൂറിങ് ദ വൈബ്രേഷൻ ഷുഡ് ബി വിത്തിൻ ദ സേഫ് ലിമിറ്റ്. ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ ആവാനേ പാടുള്ളൂ? IS കോഡ് ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലാവണം. അതിന്റെ രീതിയിൽ വേണം നിങ്ങൾ ആ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ഷുഡ് ബി വിത്തിൻ ദ സേഫ് ലിമിറ്റ്സ്. ഇനി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്തായിരിക്കണം? നമ്മളൊരു കറണ്ട് ഇട്ട് കൊടുത്താലാണ് ആ ടർബൈൻ കറങ്ങുക അല്ലെ? അല്ല, കറണ്ട് ഇട്ട് കൊടുത്താന്നല്ല, എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഇട്ട് കറണ്ട് തന്നെ മേ ബി ആവാം. നമ്മുടെ ഫാനൊക്കെ കറങ്ങാനായിട്ട് നമ്മൾ അല്ലെ ഇത്ര ഒരു ഇതിലിട്ട് ആ വോൾട്ട് ഇത് കറണ്ട് ഇട്ടു. ആ ഒരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിന്ന് എവേ അല്ലേ, റെസൊണൻസ് ഉണ്ടാവാനും പാടില്ല. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഡൈനാമിക് അനാലിസിസിന്റെ അവലംബം എന്ന് പറയുന്നത്. എന്താണ്? ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡ്യൂറിങ് ഓസിലേഷൻ എന്ന് പറയുന്നത് സേഫ് ആയിരിക്കണം. റൊട്ടേഷണൽ ഫ്രീക്വൻസി, റൊട്ടേഷണൽ സ്പീഡ് സേഫ് ആയിരിക്കണം. ആംപ്ലിറ്റ്യൂഡ് ഡ്യൂറിങ് ഇതും സേഫ് ആയിരിക്കണം അല്ലെ? ഇനി അതുപോലെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും തമ്മിൽ അകന്നിരിക്കണം. ഒരേ വാല്യൂ ആണെങ്കിൽ അതെന്താ, ഈ ക്രസ്റ്റ് അതിന്റെ ഇത് വരയ്ക്കാൻ പറ്റുന്നില്ല, ഇത് നമ്മൾ റാ വരയ്ക്കുന്ന പോലെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡും മറ്റേ റായും കൂടി റാ പ്ലസ് റാ 2 റാ വരും, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി പോകും. മനസ്സിലായോ? അപ്പൊ ഇതും കോയിൻസൈഡ് ചെയ്യാത്ത പോലെ ഈ ഒരു വേവ് ഇങ്ങനെ വരയ്ക്കാൻ റാ പോലെ വരച്ചോ. ആ റായുടെ താഴെ ആയിരിക്കണം മറ്റേ റാ. ഒരേ വാല്യൂ ആണെങ്കിലാണ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിക്കുക? റെസൊണൻസ് 2 ടൈംസ്, ഡബിൾ ടൈംസ്, ട്രിപ്പിൾ ടൈംസ് ഒക്കെ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൊളാപ്സിലേക്ക് എത്തും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ ഒരു ലെക്ചർ നോട്ട് രീതിയിൽ എഴുതി വെക്കുക അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ഡൈനാമിക് അനാലിസിസ് എന്നുള്ള രീതിയിൽ ഇവിടെ പറഞ്ഞു. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതല്ലെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അങ്ങനെ മനസ്സിലാവും കേട്ടോ. എന്നാലേ നമുക്ക് അതിലേക്ക് എത്താനും പറ്റുള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത് ഫ്രീ വൈബ്രേഷനും ഉണ്ട്, ഫോഴ്സ് വൈബ്രേഷൻ. കാരണം നമ്മുടെ മൊഡ്യൂളിൽ നമ്മൾ കടന്നു തുടങ്ങി. അപ്പൊ നമ്മൾക്ക് ഫ്രീ വൈബ്രേഷൻ എന്താണ്, ഫോഴ്സ് വൈബ്രേഷൻ എന്താണെന്ന് അറിയണം അല്ലെ? ഇതുകൊണ്ടാ ഫ്രീയും ഫോഴ്സും ഒക്കെ നമുക്ക് അറിയണം. അതാണ് നമ്മുടെ അടുത്തത്. അപ്പോ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഫ്രീ അത് നമ്മൾ പറഞ്ഞതല്ലേ. എന്താണ് ഫ്രീ ഫോഴ്സ് എന്നുള്ളത് പറഞ്ഞതല്ലേ? ഇനി ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. തുടക്കം കുറിക്കാൻ മാത്രം ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഫോഴ്സ് കൊടുക്കുക. പിന്നെ അത് അതിന്റെ ഒരു ഇൻഹറന്റ് പ്രോപ്പർട്ടി കാരണം, അതിന്റെ മാസും സ്റ്റിഫ്നെസ്സും കാരണം അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫ്രീ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീ ഓസിലേഷൻ എന്നൊക്കെ പറയാം. അതിന്റെ വേറെ പേരാണ് അൺകപ്പിൾഡ് ഓസിലേഷൻ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും തുടരെ നമ്മൾ ഈ വൈബ്രേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഫാൻ കറങ്ങാൻ എപ്പോഴും നമ്മൾ കറണ്ട് ഇട്ട് കൊടുക്കണ്ടേ? മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മുടെ അതിന്റെ എക്സാമ്പിൾ. അതിനെ കപ്പിൾഡ് ഓസിലേഷൻ എന്ന് പറയും. അപ്പൊ ഇതാണ് നമ്മളെ ഫ്രീയും ഇതും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നിങ്ങളിപ്പോൾ എഴുതണ്ട, കാരണം നിങ്ങൾ ഇത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്.
മെഷീൻ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് ഒബേ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളത് ഒരു അത് അത് അവിടെ ആ മൊഡ്യൂൾ എത്തുമ്പോൾ നമുക്ക് പറയാം. അതൊന്നുമില്ല. മെഷീൻ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM മോഷൻ ഒബേ ചെയ്യും എന്നാണ് പറയുന്നത്. അത് എങ്ങനെ ഒബേ ചെയ്യും കണ്ടോ, അതാണ് പറയുന്നത്. അതിന് 6 degrees ഓഫ് ഫ്രീഡം വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ നോട്ട് ഇത് പടതുപോലെ വരയ്ക്കണം. കണ്ടോ 4 എന്ന് പറയുന്നത് യോണിങ് അല്ല അല്ലേ, നമ്മുടെ ആ നോട്ടിലുണ്ട്. അത് സ്പെല്ലിംഗ് ഇവിടെ തെറ്റുണ്ടെങ്കിൽ അത് നോക്കി എഴുതാം കേട്ടോ. ടോർഷണൽ 5 എന്ന് പറയുന്നത് കണ്ടോ ഈ പ്ലെയിനിൽ വരുന്നതാണ്. ഇങ്ങനെ ഈ ഒരു പ്ലെയിന് എന്താണ് XY അല്ലേ, ഈ പ്ലെയിനിലാണ് വരുന്നത്. ഇത് കണ്ടോ, ഇത് സെറ്റ് പ്ലെയിനിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ആ നോട്ടും കൂടി നോക്കിയിട്ട് എഴുതാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി എന്താ പറയാ ഒരു ബ്ലോക്ക് ഫൗണ്ടേഷൻ. ഇതൊരു ബ്ലോക്ക് ഫൗണ്ടേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ബ്ലോക്ക് അതിലുള്ളത് പോലെ വരച്ചാൽ മതി. അതിന്റെ വാട്ട് ആർ ദി മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ ബ്ലോക്ക് ഫൗണ്ടേഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ മെഷീൻ ഫൗണ്ടേഷന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, 2 ചോദ്യം ചോദിച്ചാലും തന്നെ എഴുതണ്ട. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദി 6 degrees ഓഫ് ഫ്രീഡം ഓഫ് എ മെഷീൻ ഫൗണ്ടേഷൻ, ആ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ ബ്ലോക്ക് ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഉത്തരമാണിത്. അത് ആ ഡെഫിനിഷൻസ് എഴുതുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ എഴുതി പോവുക. ക്ലിയർ? അപ്പോ അത് കഴിഞ്ഞു. ഇനി നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഇവിടെ പറയേണ്ടതില്ലെങ്കിലും ഞാനിത് ഇപ്പൊ ഈ നോട്ട് പോയ പോലെ പറയണോ അതോ അവിടെ എത്തിയുമ്പോ ഇത് ഞാനിപ്പോ വെറുതെ പറയാണ് കേട്ടോ, വെറുതെ പറയാണ്. അല്ലാതെ നമ്മളിപ്പോ മൊഡ്യൂൾ വൈസ് അല്ല പറയണേ. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു നമ്മുടെ മെഷീൻ ഫൗണ്ടേഷന്റെ ഡിസൈൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം, ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഇത് കാണാതെ പഠിക്കണം. ഈ പോയിന്റ്സ് എല്ലാം വാട്ട് ആർ ദി ജനറൽ ക്രൈറ്റീരിയ ഫോർ ദി ഡിസൈൻ ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ. ഒരു മെഷീൻ ഫൗണ്ടേഷൻ നിങ്ങളുടെ ഡയറക്ഷന്റെ താഴെയുള്ള ആ കട്ടയാണല്ലോ അതിന്റെ മെഷീൻ ഫൗണ്ടേഷൻ. അതിന്റെ എന്തൊക്കെയാണ് ജനറൽ ക്രൈറ്റീരിയ? ഫസ്റ്റ് ക്രൈറ്റീരിയ ഇത് വായിപ്പിച്ചാലോ, അഞ്ജന ഇതൊന്ന് വായിച്ചോ. ലൈക്ക് എ ഗുഡ് മുതൽ ഇതുവരെ സേഫ് ലിമിറ്റ്സ് വരെ ഉള്ളത് വായിക്കേ. എ ഗുഡ് തൊട്ട് വായിച്ചോ. A good machine foundation. A good machine foundation should satisfy the following criteria. Like ordinary foundation, it should be safe against shear failure possible by the superimposed loads. And also the settlement should be within the safe. Very good. അപ്പൊ അതിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത് ഇതാണ്, സ്റ്റാറ്റിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, സ്റ്റാറ്റിക് സേഫ്. യുവർ ഡിസൈൻ ഷുഡ് ബി സ്റ്റാറ്റിക്കലി സേഫ്. സ്റ്റാറ്റിക്കലി സേഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫൗണ്ടേഷൻ ആകുമ്പോൾ എന്താണ്, വാട്ട് ആർ ദി അപ്രോച്ചസ്? ബെയറിംഗ് കപ്പാസിറ്റി അപ്രോച്ച് വഴിയും സെറ്റിൽമെന്റ് അപ്രോച്ച് വഴിയും 2 തരത്തിലും നിങ്ങളുടെ മെഷീൻ ഫൗണ്ടേഷൻ സേഫ് ആണെങ്കിൽ പകുതി പണി ഓക്കെ ആയി, പകുതി സേഫ് ആയി. മനസ്സിലായോ? ബാക്കി പകുതി സേഫ് ആവണമെങ്കിൽ ഡൈനാമിക്കലി സ്റ്റേബിൾ ആവണം. ഓക്കെ, ദർശന ഇത് 2 വായിച്ചോ. അടുത്തത് ഇനിയാണ് നമ്മുടെ ഡൈനാമിക് സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. There should be no possibility of resonance. ഓക്കെ, അതായത് റെസോണൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സെറ്റ് ചെയ്യണം? നാച്ചുറൽ ഫ്രീക്വൻസി ഇൻഹറന്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിൽ വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള എക്സൈറ്റിംഗ് ഫ്രീക്വൻസി അതിൽ നിന്ന് ഡിഫർ ചെയ്യുന്ന പോലെ യു ക്യാൻ സെറ്റ് യുവർ നാച്ചുറൽ ഫ്രീക്വൻസി ബൈ ഒപ്റ്റിമൈസിങ് യുവർ മാസ് ആൻഡ് സ്റ്റിഫ്നെസ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തും കൂടി വായിച്ചോ. The natural frequency of the foundation should be greater than or smaller than the operating frequency of the machine. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതൊന്ന് മനസ്സിലായി. നമ്മളത് റെസോണൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അടുത്ത പോയിന്റ് ഇല്ല കേട്ടോ, ശരിക്കും ഈ പോയിന്റിൽ തന്നെ ഇത് കലർത്തി ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. മെഷീൻ ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൽ എർത്ത് ക്വേക്ക് പോലെ നമുക്ക് ലോഡ് പോലത്തെ ഫ്രീക്വൻസി അല്ല, നമുക്ക് അറിയാം എത്രയാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എന്നുള്ളത് അറിയാം അല്ലെ. അതായത് ഇത്ര റൊട്ടേഷൻ പെർ സെക്കൻഡ്, ഈ ക്രാങ്ക് കറങ്ങുന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ല ഇത്ര റൊട്ടേഷൻ പെർ സെക്കൻഡിലാണ് നിങ്ങളുടെ ആ ക്രാങ്ക് കറങ്ങുന്നത്, നിങ്ങളുടെ മെഷീൻ കറങ്ങുന്നത്. അല്ലെങ്കിൽ ഇത്ര ബ്ലോ പെർ മിനിറ്റ് ആണ്. ഇമ്പാക്ട് ടൈപ്പ് മെഷീൻ ആണെങ്കിൽ ഇത്ര അടികളാണ് വരിക അല്ലെ. നമ്മൾ അച്ച് വാർക്കുന്ന അങ്ങനത്തെ ടപ്പേ എന്ന് പറയുന്ന അതൊക്കെ ഇല്ലേ മെഷീൻസില്.
അങ്ങനത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ. അപ്പൊ അതിൽ ഇത്ര ഇടികളായിരിക്കും വരിക. അപ്പൊ അത്ര ബ്ലോസ് പെർ മിനിറ്റ് ആണെന്നറിയാം. മറ്റേതാണെങ്കിൽ ഇത്ര റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണെന്നുള്ളത് അറിയാം. അപ്പൊ അതൊക്കെ എന്താണ് കൂടുതൽ ഗ്രേറ്റർ ഓർ സ്മോളർ എന്താണ് ആ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി നോൺ ആയിരിക്കും. അപ്പൊ അതിനേക്കാളും കൂടുതലോ കുറവോ ആയിരിക്കണം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അതിന്റെ രീതിയിൽ വേണം അതിന്റെ മാസും സ്റ്റിഫ്നെസ്സും നിങ്ങൾ ക്രമീകരിക്കാൻ. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് അനൂപ. The amplitude under സിവിയർ അല്ല സർവീസ് should be within the permissible limits for the മെഷീൻ ഫൗണ്ടേഷൻ. ഓക്കെ, service conditions. മതി Machine മതി. foundation. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെ? അതിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് അണ്ടർ സർവീസ് അതിന്റെ ഡ്യൂറബിലിറ്റി പീരീഡിൽ യൂട്ടിലിറ്റി പീരീഡിൽ സർവീസ് പീരീഡിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി വിത്തിൻ ദ പെർമിസിബിൾ IS കോഡിൽ പ്രതിപാദിച്ചിരിക്കുന്ന മെഷീൻ ഫൗണ്ടേഷൻ ആകുമ്പോൾ ഇത്ര വരാൻ പാടുള്ളൂ എന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിലായിരിക്കണം. അടുത്തത് പറയുന്നത് ദ കമ്പൈൻഡ് CG or center of gravity of the machine and foundation should be on the vertical line passing through the center of gravity of the base plate. അതായത് ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അതിന്റെ താഴെ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ അതിന്റെ പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെ, ഫൂട്ടിങ്ങിന്റെ ഒരു 2D ആലോചിച്ച് നോക്കൂ, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവില്ലേ? ഒരു മിനിറ്റ് കേട്ടോ അമ്മു, ഞാൻ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് തുറക്കാം. കഷ്ടം. വേഗം എടുത്ത് പോ. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് ഇത് യാമിനി ഇതൊന്ന് വായിക്കൂ. ദ കമ്പൈൻഡ് the combined CG or center of gravity of the machine and the foundation should be on the vertical line passing through the CG of the base plate. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം മെഷീൻ ഫൗണ്ടേഷന് എന്തുണ്ടായിരിക്കും, അതിന്റെ താഴെ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ആലോചിക്കുക അതിന്റെ മെഷീൻ ഫൗണ്ടേഷന്റെ താഴത്തെ പ്രതലത്തിന് ഒരു റെക്ടാങ്കുലർ ആയിട്ടല്ലേ വരിക. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അത് എന്തായിരിക്കണം? ഈ എന്താണ് ബേസ് പ്ലേറ്റിന്റെ എന്ന് പറയുന്നത് നമ്മുടെ ആ മെഷീന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഫൗണ്ടേഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും പാസ് ചെയ്യുന്ന ലൈനിന്റെ അതായിട്ട് കോയിൻസൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ഇത് കാണിക്കാം. നമുക്ക് പോട്ടെ, അപ്പൊ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇല്ല, അടുത്തത് ദ മെഷീൻ ഫൗണ്ടേഷൻ ഷുഡ് ബി ടേക്കൺ the next line, the machine foundation should be taken to a level deeper than the level of foundation of the adjoining buildings and it should be properly separated. അതായത് എന്താണ്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ഒരു വീട് അപ്പുറത്തൊരു ഭയങ്കര മെഷീനറീസ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പൊ അവരുടെ ഈ ഇത് കാരണം, മെഷീൻ കറങ്ങുന്നത് കാരണം നമ്മുടെ വീട്ടിലേക്ക് അതിന്റെ ഡിസ്റ്റർബൻസ് വരില്ലേ അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം എന്നാണ് അവർ പറയണേ? അവിടെ മെഷീൻ റൂം, അവർക്ക് ഒരു മെഷീൻ റൂം ഉണ്ടെങ്കിൽ അവര് അതിന്റെ ഒരു മെഷീൻ ഫൗണ്ടേഷന്റെ ലെവല്, ആ ഗ്രൗണ്ട് ആ ഒരു ബേസ്മെന്റ് ലെവല് എന്നൊക്കെ പറയുന്ന അതിന്റെ ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പുറത്ത് ഒരു റെസിഡൻഷ്യൽ വീടാണെങ്കിൽ നമ്മുടെ വീടിന് ഒരു 1.5 മീറ്റർ ആണ് ബേസ് ഫൂട്ടിംഗ് ലെവലെങ്കിൽ അവരോട് ഒരു 3 മീറ്റർ വരെ താഴ്ത്താൻ പറയാം. അപ്പൊ എന്തായിരിക്കും, ആ വൈബ്രേഷൻ താഴത്തേക്ക് അങ്ങോട്ട് പോയിക്കോളിരിക്കും, ഇങ്ങോട്ട് വരില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ വെർട്ടിക്കലി ഒരേ ലെവലാണെങ്കിൽ അത് ആ വേവ് അതേപോലെ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ശ്രീലക്ഷ്മി വായിച്ചിട്ടില്ലല്ലോ. ദ ഡെപ്ത് കേക്കുണ്ട്. The depth of the the depth of the groundwater table should be at least 1/4 of the width of the machine foundation below the ground level. ഓക്കെ, ഇത് വായിക്കാത്തൊരു ബുദ്ധിമുട്ട്. ഇതിന്റെ കളർ ഒന്ന് അടുപ്പിക്കാൻ പറ്റുകയാണെങ്കിലേ ഇത് PDF ഞാൻ ഇട്ട് തരാം. ഇതിന്റെ കളർ ഒന്ന് ഇത് പണ്ട് കാലത്ത് ഞാൻ സ്കാൻ ചെയ്തതായിരുന്നു, 2016-17 അന്നൊന്ന് സ്കാൻ ചെയ്യാനൊന്നും അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ കളർ വെപ്പിക്കാൻ അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് കളർ വെപ്പിച്ച് ഇട്ടോട്ടെ ഗ്രൂപ്പിൽ, വായിക്കാൻ ബുദ്ധിമുട്ടാവും.
ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ഇവര് പറയണത്? ദ ഡെപ്ത് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1/4 ഓഫ് ദി വിഡ്ത്ത് ഓഫ് ദി മെഷീൻ ഫൗണ്ടേഷൻ. അതായത് എങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ? ദ ഡെപ്ത് ഓഫ് ദി ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 1/4 ഓഫ് ദി വിഡ്ത്ത് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ. മെഷീൻ ഫൗണ്ടേഷൻ നമ്മൾ എവിടെ വെക്കണം അല്ലെ? നമ്മൾ അതിന്റെ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ നോക്കിയിട്ട് അതിൽ നിന്നും ഇത്ര വ്യത്യാസത്തിൽ വേണം പ്ലേസ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അത് നമുക്ക് നാളെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇനി ദ വൈബ്രേഷൻ ഇൻഡ്യൂസ് ഷുഡ് ബി നീദർ ബി അനോയിങ് ടു ദി പേഴ്സൺസ് നോട്ട് ഡെട്രിമെന്റൽ ടു ദി സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്. അവിടെ ഈ മെഷീനറി റൂമിന്റെ ഫൗണ്ടേഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി വെരി ഗുഡ് അല്ലെ, വെരി നല്ല രീതിയിൽ വേണം അത് ചെയ്യാൻ. ആ ഒരു ഒച്ചപ്പാടും ബഹളവും കാരണം ആൾക്കാർക്കോ സറൗണ്ടിങ് ആൾക്കാർക്കോ പേഴ്സൺസിനോ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സിനോ ഒന്നും ദോഷമുണ്ടാവരുത്. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ജനറൽ ക്രൈറ്റീരിയ ഫോർ ദ ഡിസൈൻ ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ആ 3ാമത്തെ മൊഡ്യൂളത്തെ ചോദ്യമാണ് കേട്ടോ. ഇത് നമ്മളിപ്പോ പറഞ്ഞു പോയിന്ന് മാത്രം. നമ്മളിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ എഴുതുമ്പോഴേ മൊഡ്യൂൾ വൈസ് എഴുതി പോയാലും കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ട്? ലെക്ചർ നോട്ട് നിങ്ങൾ എഴുതുമ്പോൾ ഇത് എന്ന് പറയുന്നത് പക്ഷെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഇവിടെ വരുന്നതല്ല, ഈ മൊഡ്യൂളിലത്തെ അല്ല. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞാല് മൂഡ്സ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇവിടെ പറയാനും പറ്റില്ല അത്. കാരണം സെക്കൻഡ് മൊഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാം. സെക്കൻഡ് മൊഡ്യൂളിന്റെ നോട്ടാണ് കേട്ടോ അപ്പൊ പറഞ്ഞത്. മനസ്സിലായില്ലേ? മെഷീൻ ഫൗണ്ടേഷൻ എന്താന്നുള്ളത് പറഞ്ഞാലാണല്ലോ ഇത് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിലെ പക്ഷേ അവിടെ ഈ ഒരു കാര്യം പറയാനുള്ളത്, അപ്പൊ അത് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഒരു മെഷീൻ ഫൗണ്ടേഷന് ഡൈനാമിക് അനാലിസിസ്, സ്റ്റാറ്റിക് അനാലിസിസ് വേണം, ഡൈനാമിക് അനാലിസിസ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ ഈ ടെർമിനോളജി നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ടെർമിനോളജി ഓൾറെഡി നിങ്ങളുടെ ഡെഫിനേഷൻസിൽ കണ്ടെയ്ൻ ചെയ്തൊന്ന് ജസ്റ്റ് നോട്ടിലുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? വാട്ട് ആർ ദി ജനറൽ ക്രൈറ്റീരിയ ഫോർ ദ ഡിസൈൻ ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ഇൻ സെക്കൻഡ് മൊഡ്യൂൾ പാർട്ടാണ് അത് വരുന്നത്. അതുപോലെ ആദ്യം പറഞ്ഞത് സെക്കൻഡ് മൊഡ്യൂളിന്റെ പാർട്ടാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ സിലബസിൽ അവർ വെച്ചിട്ടില്ല, പക്ഷെ ഇത് അറിയാതെ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് പറഞ്ഞു? നമ്മൾ മെഷീൻ ഫൗണ്ടേഷൻസ് ഉണ്ട്, അതിന്റെ ജനറൽ ക്രൈറ്റീരിയ എന്താന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഏതൊക്കെയാണ് ഈ മെഷീൻ ഫൗണ്ടേഷൻ, വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞില്ലല്ലോ. അതിന്റെ മുന്നേ ശരിക്കും പറഞ്ഞാലേ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് മെഷീൻസ് എന്നുള്ളത് അറിയണം. അതൊന്ന് ഇപ്പൊ ഗൂഗിൾ ചെയ്തിട്ടൊന്ന് പറഞ്ഞ ചാറ്റ് ബോക്സിലിട്ടെ. നമ്മള് മെഷീൻ ഫൗണ്ടേഷൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള മെഷീൻസ് എന്താന്നുള്ളത് നമ്മുടെ അറോറയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് വെക്കാൻ വിട്ടുപോയതാണ്. ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് ആൻസർ കിട്ടിയവരൊന്ന് അവിടെ എഴുതിയിട്ടെ. അതായത് ഏതൊക്കെ മെഷീൻസിനാണ് ദർശന ഇവിടെ ഇട്ടുണ്ട്, സ്റ്റിഫ്നെസ് ഇട്ടുണ്ട് അല്ലെ? ഓക്കെ, ഞാൻ പറഞ്ഞത് ഏതൊക്കെ തരം മെഷീൻസിനാണ്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് മെഷീൻസ് ഫോർ വിച്ച് മെഷീൻ ഫൗണ്ടേഷൻസ് ആർ മാൻഡേറ്ററി അല്ലെ? ആ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് മെഷീൻസ് ഏതാണെന്നുള്ളതൊന്ന് പറയൂ. 2 തരത്തിലുള്ള മെഷീൻസ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഏത് മെഷീനാന്ന് മുന്നേ ആ സിലബസ് കവർ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. താഴത്തേക്ക് കൂടി വെരി ഗുഡ്. യാമിനി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് കൈ അടിച്ചോളൂ, ക്ലാപ്പ് ചെയ്യൂ. എടാ അപ്പു കൈ അടിക്കടാ. ഇവിടെ ഒരാള് കൈ അടിച്ചടി, നീ കൈ അടിക്കണ്ട. ഇവിടെ 2 സ്റ്റുഡൻസ് കൂടി ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. ഇറങ്ങി പോവാൻ പറഞ്ഞ് പോകുന്നില്ല. അത് അവളുടെ റൂമാന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് ആട്ടാ. റെസിപ്രോക്കേറ്റീവ് മെഷീൻസും ഇമ്പാക്ട് മെഷീൻസ്, റോട്ടറി. റെസിപ്രോക്കേറ്റീവ് മെഷീൻസ് പറഞ്ഞാൽ എന്താ? നമുക്ക് നാളെ വേണമെങ്കിൽ അത് നമുക്ക് നാളെ റെസിപ്രോക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് സ്കൂൾ തൊട്ട് പറയാം. അതായത് നമ്മുടെ ഈ മോട്ടോർ പെരയിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് മെഷീൻസ് ഇല്ലേ, ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഉള്ള പിസ്റ്റൺ ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഒക്കെ നടത്തി അങ്ങനത്തെ റെസിപ്രോക്കേറ്റിംഗ്. ഇമ്പാക്ട് എന്ന് പറയുന്ന മെഷീൻസ് ഏതാണ്?
ഇങ്ങനെ ഇങ്ങനെ വന്ന് വീഴണ ടൈപ്പില്ലേ, ഇങ്ങനെ മുകളിൽ നിന്നൊരു സാധനം വന്ന് വേണമെങ്കിൽ, അയ്യോ ഞാൻ ഇതൊക്കെ പണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇത് നോക്കാം അല്ലേ, അത് നോക്കിയാൽ പോലെ. റെസിപ്രോക്കേറ്റിംഗ് ഓൺലൈൻ ക്ലാസ്സിൽ അവർക്ക് എടുത്തപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനടുത്തേക്ക് പോകും. ഇത് കണ്ടോ? ഇത് നോക്കൂ, നമുക്ക് അത് കണ്ട റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ, റോട്ടറി ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ടു ആൻഡ് ഫ്രോ പിന്നെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിന്റെ ഇത് നോക്കിയാൽ പോരെ, ഡെഫിനേഷൻ നോക്കിയാൽ മതിയായിരുന്നു അല്ലെ. പിക്ചർ നിങ്ങൾ നോക്കിക്കോളോ. ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ഇത് റെസിപ്രോക്കേറ്റിംഗ് ആർ ദി പുഷ് ആൻഡ് പുള്ള് കണ്ട, റിപ്പീറ്റേറ്റീവ് പുഷ് ആൻഡ് പുള്ള്, അങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്. ഒരു പിസ്റ്റൺ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മൾ FM ലാബിലൊക്കെ നിങ്ങൾ ഈ സെൻട്രിഫ്യൂ കണ്ട, ലീനിയർ ആൻഡ് റിവേഴ്സ്, റിപ്പീറ്റേറ്റീവ് പുഷ് ആൻഡ് പുള്ള്. എക്സാമ്പിൾ കണ്ട, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇതാണ് ഇതിന്റെ പടങ്ങളൊന്നും നോക്കിയാൽ മതി കേട്ടാ. ഇന്റേണൽ IC എൻജിൻസ്, IC പിസ്റ്റൺ എൻജിൻസ്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ്, നമ്മുടെ ഈ ബോർവെൽസ് ഒക്കെ വീട്ടിൽ ഉണ്ടെങ്കിലേ അതിന്റെ ആ ഒരു നമ്മുടെ മോട്ടറൊക്കെ ഇല്ലേ, അതൊക്കെ ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ്, കംപ്രഷർ അടിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ വീട്ടിലൊക്കെ. അപ്പൊ അതാണ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഇൻഡസ്ട്രിയൽ ഷേപ്പിംഗ് മെഷീൻസ്, ഇതൊക്കെയാണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ് കേട്ടാ. ഇത് നമുക്ക് സിലബസിലില്ല, പക്ഷെ ഇത് അറിഞ്ഞാലേ നമുക്ക് അതിന്റെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഇമ്പാക്ട്. യാമിനി പറഞ്ഞു അടുത്തത് ഇമ്പാക്ട് ആണെന്ന്. അപ്പൊ എന്തായിരുന്നു? മോഷൻ, ഹൈ വെലോസിറ്റി സ്ട്രൈക്കിംഗ് പ്രസിംഗ് ആക്ഷൻ വിത്ത് റാപ്പിഡ് ഡിറ്റീരിയേഷൻ ഓഫ് എനർജി. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന മെഷീൻസിനെയാണ് ഹൈ ഇമ്പാക്ട് മെഷീൻ. എക്സാമ്പിൾ കണ്ട, ഫോർജിങ് മെഷീൻ അല്ലെ, മെറ്റലർജിയിലൊക്കെ ഫോർജിങ്, സ്റ്റാമ്പിംഗ് പ്രൊസസ്, പഞ്ച് പ്രൊസസ്. അതായത് ഇങ്ങനെ ഇതിന്റെ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പടം വരും. ഒരു 6 വയസ്സുള്ള ആൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി എന്റെ പിന്നിൽ വന്നിരിക്കുന്നുണ്ട്. പടം കാണാൻ വേണ്ടി. എന്ത് എടാ, നീ താഴത്തേക്ക് പോടാ. സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ട, ഇങ്ങനെയുള്ള ഇതല്ല, ഇത് കണ്ട ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടാ. ഇംപ്രഷൻ, ഡൈ ഫോർജിങ്, ഇങ്ങനത്തെയൊക്കെ ഇല്ലേ, ഇങ്ങനെ ടപ്പ് ടപ്പ് എന്നൊക്കെ വീഴുന്ന തരത്തിൽ നമ്മുടെ മെറ്റലർജിയിലൊക്കെ വരുന്ന ഇതൊക്കെയാണ് ഒരു ഡൈ ഫോർജ് ഹാമേഴ്സ്, ഇങ്ങനത്തെയൊക്കെ. മനസ്സിലായോ? ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇത് ഇങ്ങനത്തെയൊക്കെ മെഷീന്റെ താഴെ എന്ത് വേണം? മെഷീൻ ഫൗണ്ടേഷൻ വേണ്ടേ? മനസ്സിലായോ? ഹൈ ഇമ്പാക്ട് എനർജിയാണ് അതിങ്ങനെ ഇങ്ങനെ വീഴുമ്പോൾ. അപ്പൊ അതിന് വേണം. കണ്ടോ ഇങ്ങനത്തെ ഇത് കണ്ടോ, ഈ ഫാക്ടറിയിൽ കണ്ടോ, ഈ മെഷീനൊക്കെ നല്ല ഇമ്പാക്ട് ഫോഴ്സ് ഇറ്റ് ഈസ് ഇമ്പാർട്ടഡ് ടു യുവർ ഗ്രൗണ്ട്. സോ ഇൻ ഓർഡർ ടു ടേക്ക് ഇറ്റ് അപ്പ് യു നീഡ് എ വെരി വെൽ ഡിസൈൻ മെഷീൻ ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ അത് നോക്കിയാൽ ഇത് ഹാമറാണ്. ഹാമർ അല്ല നമ്മൾ പറയണേ, ഇങ്ങനത്തെ ഈ പടം ഇത്തരം ഇതാണ് പറയണത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ കണ്ട, ഇവിടേക്ക് കണ്ടോ, ഇത് കണ്ടോ, ഇവിടുത്തെ ഈ ഒരു പിസ്റ്റൺ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വീഴുന്നതായിരിക്കും. അപ്പൊ അതാണ്, അങ്ങനത്തെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോ ഇവിടെ എത്തി. 2-3 തരം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് ഏതായിരുന്നു? റോട്ടറി ടൈപ്പ്. അത് റൊട്ടേറ്റിംഗ് ടൈപ്പാ. അതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് മോട്ടോഴ്സ്, നമ്മുടെ
നമ്മൾ കാണുന്ന സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പ് ഇതാണ് കറങ്ങുന്നത് അല്ലേ, റോട്ടറിയാണ്, റൊട്ടേറ്റിംഗ് ടൈപ്പ്. പക്ഷെ അതിനൊരു ഫിക്സഡ് സെൻട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ അതിന്റെ ഒരു മെഷീൻ സ്പിൻ കണ്ടിന്യൂസ്ലി അറൗണ്ട് ഫിക്സഡ്, അതൊരു സെൻട്രൽ ആക്സിലൂടെ ഇങ്ങനെ കറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് പോലത്തെ അല്ലെങ്കിൽ ഈ ടർബോ ജനറേറ്റേഴ്സ്, ഇലക്ട്രിക് മോട്ടോഴ്സിന്റെ ഒക്കെ ഫംഗ്ഷനാലിറ്റി. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു വൈബ്രേഷൻ വരുന്നില്ലേ? അതുകൊണ്ട് അതിന്റെ RPM കണ്ട 6000 RPM ആണ് അതിന്റെ സ്പീഡ്. ക്ലിയർ അല്ലേ? ഇനി ഇതിന് RPM അല്ല പറയും, ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇത്ര ബ്ലോസ് പെർ മിനിറ്റ് എന്നാ പറയുക. അതെന്താണെന്ന് അറിയില്ല, ഇവർ എഴുതി വെച്ചിട്ടില്ല. ഞാൻ നമ്മുടെ അറോറ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഇതുണ്ട്, അത് ഞാനൊരു ഫോട്ടോ എടുത്തിടാം. അപ്പൊ അതും കൂടി നിങ്ങൾ നോട്ടിൽ എഴുതണം. ഇന്നിപ്പോ എന്റെ കയ്യിൽ നോട്ടില്ല, നാളെ അത് ഞാൻ എടുത്തിടും കേട്ടോ. അപ്പൊ അത് ചെയ്യണം. അതും കൂടി അത് ശരിക്കും പറഞ്ഞാൽ ഇതിലില്ലെങ്കിലും നമ്മളത് അറിയണമല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ അനൂപ ഇത് കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് പറയൂ, ഇതിപ്പോ കാണുന്നില്ലേ ടൈപ്സ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻസ്? അതെല്ലാം എഴുതണോ? അത് പേര് മാത്രം എഴുതിയ പോരെ അല്ലേ? നിങ്ങൾ അറിയണം, പക്ഷെ അത് തല ചോദിക്കില്ല. അതെല്ലാം എഴുതണ്ട, അത് പേരെങ്കിലും എഴുതി വെക്കുക. പേര് എഴുതി വെക്കുക, എക്സാമ്പിൾ എഴുതി വെക്കുക. പേര് എഴുതുക, ഒരു പട്ടിക പോലെ എഴുതിയാൽ മതി. പേര്, അതിന്റെ ആ ആക്ഷൻ, നമ്മൾ എന്താ പറഞ്ഞ ആക്ഷൻ കണ്ടില്ലേ? ഇവിടെ കണ്ട ഇത് ഇവിടെ കണ്ട സ്പിൻ, ഇത് ഈ ലൈൻ റോട്ടറി സ്പിൻ ആണ്. പിന്നെ ഇത് അത് ഇത്ര എക്സാമ്പിൾ, ഇത്ര സ്പീഡാണ് ഉണ്ടാവുക. പിന്നെ അതിന്റെ എക്സാമ്പിൾ, അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാം ഒന്നും എഴുതണ്ട. പറഞ്ഞ പോലെ ഇവിടെ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഷോക്ക് ലോഡ്സ് ആണ്, ഇമ്പൾസ് ഫോഴ്സ് ആണ്, അതിന്റെ എന്താ പറയാ പ്രസിങ് ആക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇതിൽ തന്നെ ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എളുപ്പത്തിൽ എഴുതിയാൽ മതി. അതുകൊണ്ട് അത് പക്ഷെ അറോറയിൽ വളരെ ചെറുതാ, അതാ ഞാൻ പറഞ്ഞേ. അറോറയുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിലേ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലേ ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ നമ്മുടെ ശ്രീജിത്തിന്റെ ബാച്ചിന് ഇട്ട് കൊടുത്ത സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടോ. അപ്പൊ അത് നോക്കി എഴുതിയാൽ മതി. നോക്കി നോക്കട്ടെ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതാണ് അതിന്റെ ഇത് വരുന്നത്. ഇനി ഇത് വരുമ്പോൾ ഇവിടെ ഇനി ഇത് അപ്പൊ അനൂപ പറഞ്ഞു ഇത് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അത്തരം മെഷീൻസിന് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. ഫോളോയിങ് 4 ടൈപ്സ് ആണ് കൊടുക്കുക. ബ്ലോക്ക് ടൈപ്പ് കണ്ട, ബ്ലോക്ക് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് നിങ്ങളുടെ മെഷീൻ എങ്കിൽ അതിന്റെ താഴെ ഇങ്ങനെ ഒരു പെഡസ്റ്റൽ പോലെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വെക്കുകയാണെങ്കിൽ അതിനെയാണ് ബ്ലോക്ക് ഫൗണ്ടേഷൻ, ബ്ലോക്ക് ടൈപ്പ്. ഇതിന്റെ എഴുത്തുകൾ ഇവിടെ ഉണ്ട് കണ്ടോ. ദിസ് ടൈപ്പ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ കൺസിസ്റ്റ് ഓഫ് എ പെഡസ്റ്റൽ റെസ്റ്റിംഗ് ഓൺ ദി ഫ്ലോർ. ഒരു പെഡസ്റ്റൽ പോലെയാണ് ആക്ട് ചെയ്യുക. ദിസ് ഫൗണ്ടേഷൻ ഹാസ് ലാർജ് മാസ് ആൻഡ് സ്മോൾ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ ഇതിന്റെയൊക്കെ ഓരോന്നും പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. ഇതൊരു പെഡസ്റ്റൽ പോലെയാണ് ഉണ്ടാവുക കണ്ടോ, ഇവരൊരു സ്റ്റെപ്ഡ് പെഡസ്റ്റൽ പോലെയാണ് ഇതുള്ളത്. ഇനി അതിന് റെസ്റ്റിംഗ് ഓൺ ദി ഫ്ലോർ ആണ്. അതിന് ലാർജ് മാസും ഉണ്ടായിരിക്കും, അതിന് നാച്ചുറൽ ഫ്രീക്വൻസി കുറവായിരിക്കും അല്ലെ. മാസ് കൂടുമ്പോൾ തടി കൂടുമ്പോൾ നമ്മുടെ സ്പീഡ് കുറയല്ലേ ഉണ്ടാവുക. അതായത് ഒമേഗ √k/m, തടി കൂടുതലാണ്, അപ്പൊ സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ടാണ് മാസ് കൂടുതൽ, സ്മോൾ നാച്ചുറൽ ഫ്രീക്വൻസി, അതിന്റെ ഇൻഹറന്റ് നാച്ചുറൽ ഫ്രീക്വൻസി കുറവാണ്. അതാണ് ബ്ലോക്ക് ടൈപ്പ്. ഇനി അത് ചില മെഷീനിന് അതായിരിക്കും. അതും കൂടി ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ നോക്കുക ഏത് ടൈപ്പ് നമ്മള് യാമിനി പറഞ്ഞതില്ലേ, നമ്മുടെ യാമിനി A എന്നൊക്കെ പറഞ്ഞാലും യാമിനി തന്നെയാണ് അത് പറഞ്ഞത് അല്ലെ. അതുകൊണ്ട് നമ്മൾ കൈയടിച്ചു അല്ലടാ, കൈയടിച്ചു. അപ്പൊ അതില് എന്താണ് നമ്മുടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, എന്താ ഏത് ടൈപ്പ് മെഷീനാണ് ഇത് കൊടുക്കുന്നത്, ബ്ലോക്ക് ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളത് എഴുതാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇമ്പാക്റ്റിനാണോ നമ്മുടെ എന്തായിരുന്നു ഇമ്പാക്റ്റ് ടൈപ്പ്, റോട്ടറി ടൈപ്പ്, പിന്നെ ഒരെണ്ണം കൂടി റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ്. ഇതാണ് 3. അപ്പൊ അതിൽ ഏതാന്നും കൂടി എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. ഇതിൽ പക്ഷെ ഇത്ര എഴുതിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ കണ്ട, അയ്യോ സോറി, ഇതിൽ ആൻസർ ഉണ്ട് കേട്ടോ. മെഷീൻസ് വിച്ച് പ്രൊഡ്യൂസസ് പീരിയോഡിക് ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സസ് അറ്റ് ലോ സ്പീഡ്സ് ആർ ജനറലി പ്രൊവൈഡഡ് വിത്ത് ബ്ലോക്ക്. അതിലെല്ലാം ഉണ്ട് കേട്ടോ. അതായത് പീരിയോഡിക് ആയിട്ട് ഇമ്പൾസീവ് ഫോഴ്സസ് ലോ സ്പീഡ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസിനൊക്കെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന പറയുന്നത്, ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് എഴുതാം കേട്ടോ. ഏത് ടൈപ്പിനാണ്, ഇവര് ജനറൽ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. മെഷീൻസ് പ്രൊഡ്യൂസസ് പീരിയോഡിക് ആൻഡ് ഇമ്പൾസീവ് ഫോഴ്സസ് അറ്റ് ലോ സ്പീഡ്സ്, അതിനാണ് നമ്മൾ ഇത് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പടം വരയ്ക്കണം, ഇതിൻ്റെ എഴുതണം. അടുത്ത് ബോക്സ് ടൈപ്പ്. ബോക്സ് ഇത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മെഷീൻ എഴുതി വെക്കണം കണ്ടോ. ഇവിടെ M/CH എന്ന് എഴുതാം, അല്ലെങ്കിൽ മെഷീൻ തന്നെ എഴുതാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ ആരോട്ട് എഴുതണ്ട, ഉള്ളിലും മെഷീൻ എഴുതി വെക്കാം.
അടുത്തത് ബോക്സ് ടൈപ്പ് ആണ്. ബോക്സ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഇവർ എഴുതിയത്? ദിസ് ഫൗണ്ടേഷൻ കൺസിസ്റ്റ് ഓഫ് എ ഹോളോ കോൺക്രീറ്റ്. ഇത് ഹോളോ ആണ്. നേരത്തെ എന്തായിരുന്നു? അത് ഫുൾ RCC പെഡസ്റ്റൽ ആണ് കേട്ടാ. ഇവിടെ എന്താണ് കണ്ട ഒരു ഓട്ട കണ്ട അവിടെ, ഇത് ഹോളോ ആണ്. ഇത് ഹോളോ ആണ്. ഇവിടെ ഈ ഓട്ട തുളച്ച പോലെ ഇവിടെ റെക്ടാങ്കുലർ ഹോളോ കാണാം. അപ്പൊ എന്താണ് ഇവിടെ ബോക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിഡർ എ ഹോളോ കോൺക്രീറ്റ് ബ്ലോക്ക്. സോ ദ മാസ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബ്ലാക്ക് വുഡ്. ബ്ലോക്കിനേക്കാളും കുറവല്ലേ മാസ് വരിക, കാരണം അവിടെ ഒരു ഓട്ട ഉണ്ടല്ലോ. ഓക്കെ, ഫോർ ദി സെയിം ജിയോമെട്രി ബട്ട് ഹിയർ നാച്ചുറൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. കാരണം എന്താ, മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി കൂടില്ലേ. അപ്പൊ അതാണ് നമ്മുടെ ബോക്സ് ടൈപ്പ്. ഇനി അടുത്ത് വോൾ ടൈപ്പ്. വോൾ ടൈപ്പ് എന്ന് പറയുന്നുണ്ടോ, അവിടെ രണ്ട് ചുമര് പോലെ മേസണറി പോലെ കെട്ടിയിരിക്കുന്നുണ്ടോ, അതിന്റെ താഴെ ഒരു ബേസ് സ്ലാബ് കണ്ടോ, അതിന്റെ മുകളിൽ ഒരു ടോപ്പ് സ്ലാബ് ഉണ്ട്. അതിന്റെ മുകളിൽ നിങ്ങൾ മെഷീൻ കയറ്റി വെച്ചാൽ നിങ്ങളുടെ ഇതിനെ എന്ത് പറയുന്നു, നമ്മുടെ എന്താണ് ഇതിന്റെ പേര്, വോൾ ടൈപ്പ് ഫൗണ്ടേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ അത് കിട്ടി. അപ്പൊ അത് വരയ്ക്കുക. അടുത്തത് ഫ്രെയിംഡ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രെയിം പോലെ, അതായത് ഇവിടെ എന്താണ് ഫ്രെയിം സ്ട്രക്ചർ പോലെ നമ്മളത് ഒരു എന്താ കോളം എന്നാണ് പറയുന്നത്. ഇത് മേ ബി അങ്ങനെ ആയിരിക്കില്ല, വോളാണ്. ഇവിടെ ഇത് ലോഡ് ബെയറിംഗ് വോളായിരിക്കാം. ഇത് എന്താണ്, ഒരു കോളം ആയിട്ടാണ് അതിനെ നമ്മൾ പണിയുന്നത്. അങ്ങനെ നമ്മളത് വെക്കുകയാണെങ്കിൽ അതിനെ ഫ്രെയിംഡ് എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ വോൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു പെയർ ഓഫ് വോൾസ് ആണ് ഹാവിംഗ് ദ ടോപ്സ് വിച്ച് മെഷീൻ റെസ്റ്റ് അതിലാണ്. ഫ്രെയിം എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഫൗണ്ടേഷൻ കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ കോളംസ് ഹാവിംഗ് എ ഹൊറിസോണ്ടൽ ഫ്രെയിം ആൻഡ് എ ടോപ്പ് സ്ലാബ് അപ്പോൺ വിച്ച് ദ മെഷീൻ റെസ്റ്റ്. ഫ്രെയിംഡ് ഫൗണ്ടേഷൻ ആർ ജനറലി യൂസ് ഫോർ ദ മെഷീൻസ് റൊട്ടേറ്റിംഗ്. ഹൈ സ്പീഡിൽ കറങ്ങുന്നതിനെ നമ്മൾ ഫ്രെയിം സ്ട്രക്ചർ അല്ലെ, നമ്മളെപ്പോഴും ആലോചിച്ച് നമ്മുടെ ഫ്ലാറ്റ് പോലെയൊക്കെ ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ കൂടുതൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വരില്ലേ നമ്മുടെ മൾട്ടി സ്റ്റോറേഡിന്, അതുപോലെയാണ് ഇത് എന്ന് ആലോചിക്കുക. ഫ്രെയിംഡ് ഫൗണ്ടേഷൻ ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ മുകളിൽ കയറ്റി വെക്കാൻ പറ്റുന്ന മെഷീൻസ് പറയുമ്പോൾ എന്താ, ഹൈ സ്പീഡ് റോട്ടറി ടൈപ്പ് മെഷീൻസിന് നമുക്ക് ഇതിന്റെ മുകളിൽ സേഫ്ലി പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം നല്ല വാർത്തിട്ടുള്ള കോൺക്രീറ്റ് കോളംസും ഇതും ഒക്കെയാണ് അതിലുള്ളത്, ഫ്രെയിം ഒക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഡയമെൻഷൻസും ഒക്കെ നോക്കണമെങ്കിൽ പറഞ്ഞ പോലെ ഇഷ്ടമാണെങ്കിൽ ഗൂഗിൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വേഗം പറഞ്ഞു പോയിട്ട് ബാക്കി നമ്മൾ നാളെ ആണ് ക്ലാസ്സിൽ എടുക്കും ഞാൻ. പക്ഷെ വേഗം ഇപ്പൊ ഒന്ന് പറഞ്ഞു പോകും എന്തൊക്കെയാണ് നമ്മളെ ക്ലാസ്സിൽ നാളെ എടുക്കാന്ന്. ഒരു 15 മിനിറ്റിൽ നമ്മുടെ ക്ലാസ് ഇപ്പൊ അവസാനിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നാളെ ക്ലാസ്സിൽ അപ്പൊ ഇത്രയും ഒരു സെക്കൻഡ് മോഡ്യൂളിൽ കയറ്റി എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ സിലബസിൽ നോക്കുമ്പോൾ ഒന്നും കാണാനും ഇല്ല. പക്ഷെ ഈ മോഡ്സ് ഓഫ് വൈബ്രേഷന്റെ മുന്നേ നമുക്ക് അതൊക്കെ എഴുതി വെച്ചത് നല്ലതാണ്. എന്തൊക്കെ നമ്മൾ എഴുതേണ്ടതൊക്കെ മനസ്സിലായാലും ഇനി പറയണ്ടല്ലോ. സ്റ്റാറ്റിക് അനാലിസിസ്, ഡൈനാമിക് അനാലിസിസ്, അതിന്റെ ക്രൈറ്റീരിയ, പിന്നെന്താണ് നമ്മൾ വരച്ചത്, ഏതൊക്കെ ടൈപ്പ് മെഷീൻസ്, അതിന് കൊടുക്കേണ്ട മെഷീൻ ഫൗണ്ടേഷൻസ്, ഇത് എഴുതിയതിന് ശേഷം ഇത് അതിൽ എഴുതിയാൽ മതി. 6 മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്നുള്ളത് അതിന് ശേഷം അസൈൻ ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ എഴുതിയാൽ മതി. മറ്റേതിൽ അതല്ലാത്തൊക്കെ ഡെഫിനേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വയ്ക്കുക, ഫസ്റ്റ് മൊഡ്യൂളിൽ എഴുതി വയ്ക്കുക. അപ്പൊ നമുക്ക് നോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ക്ലിയർ? ഓക്കെ അല്ലേ? ഇവിടെ ഒരാൾ തംസപ്പ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അഞ്ജന ഇതെന്താന്ന് വായിക്കൂ. പ്ലീസ്. ഹലോ, കാണുന്നില്ല ഇത്? അഞ്ജന നെറ്റ് പോയോ? ആർക്കെങ്കിലും കാണുന്നുള്ളവരൊന്ന് പറയൂ. ഹലോ, സൗണ്ട് കേൾക്കുന്നൊക്കെ ഇല്ലേ പറയുന്നത്? ഹലോ, യാമിനി, അഞ്ജന, അനൂപ, ശ്രീലക്ഷ്മി, ദർശന. ഹലോ, ആരൊന്നും പറയുന്നില്ലല്ലോ. ശരി. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ കേട്ടല്ലോ അല്ലേ?
ഫോൺ അങ്ങോട്ട് വെച്ചടി നീ അവിടെ. ബ്ലൂ കളറാണ് മിസ്. ആ ബ്ലൂ കളർ. ബ്ലൂ കളറുള്ളതാ. ആ ഫ്രീ ഫ്രീ. ഹലോ ഹലോ. ആ കേക്കുണ്ട്. കേൾക്കുന്നില്ലേ മിസ്? ഹലോ. ഫ്രീ വൈബ്രേഷൻ എന്നുള്ളത് കേൾക്കുന്നില്ലേ? കേക്കുണ്ട് മിസ്. ആ ശരി ശരി ശരി. ശ്രീലക്ഷ്മിയുടെ ഭയങ്കര ബാസുള്ള സൗണ്ടിന് മുന്നിൽ ഞാൻ മനസ്സിലാക്കി നിങ്ങളെല്ലാം കേൾക്കുന്നില്ല. കേക്കാം ശ്രീലക്ഷ്മിയുടെ മിസ്, സൗണ്ട് ഭയങ്കര കേക്കുണ്ട്. സൂപ്പറാട്ടാ. ശ്രീലക്ഷ്മിയുടെ സൗണ്ട് ഭയങ്കര പവർഫുൾ ആണ് ഹലോ. അല്ലേ? കേൾക്കുന്നുണ്ട്. ശ്രീലക്ഷ്മിയുടെ സൗണ്ട് ഭയങ്കര പവർഫുൾ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? എന്റെ മോളെ നീ എന്റെ ഫോണ് തന്നെ ഇങ്ങോട്ട് നീ താഴത്തേക്ക് പോയിക്കേ. ഇനി ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഇവിടെ വെച്ചിട്ട് പോവോ? റേഞ്ച് കിട്ടണില്ല ഇങ്ങോട്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഫ്രീ വൈബ്രേഷൻ അത് ഞാനിപ്പോ വേഗം പറയാം. നമ്മൾ നാളെ ഇത് ഇത്രയൊക്കെ എടുക്കും കേട്ടോ. നമ്മൾ ഇവിടെ എടുക്കും. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇവളേനെ ഒന്ന് ഇവിടേക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനുള്ള നെറ്റ് കിട്ടണില്ല. നീ ആ ഫോണൊന്നും ഇങ്ങോട്ട് വെച്ചിട്ട് പോ. രാജിക്ക് പോയിക്കോ. മൊബൈലാണെങ്കിലാണ് എനിക്ക് നെറ്റ് കിട്ടുള്ളൂ. ഈ വൈഫൈ ഒന്നും ഇവിടെ സ്പീഡ് കിട്ടില്ല. അപ്പൊ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. നിങ്ങൾക്കൊക്കെ നമുക്കിത് പറയാം. ഇനി നമ്മൾ നാളെ എടുക്കുന്നതേ ഇത് നിങ്ങൾ എസ്സേയില് പഠിച്ചിട്ടുള്ളതല്ലേ? ഫ്രീ വൈബ്രേഷൻ വിത്ത് ഡാമ്പിങ് വിത്തൗട്ട് ഡാമ്പിങ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ നാളെ പഠിക്കുക. അതായത് നമ്മൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫ്രീ വൈബ്രേഷൻ തൊട്ടാണല്ലോ നമ്മൾ തുടങ്ങേണ്ടത്. ഇത് നിങ്ങൾ ഡെഫിനിഷൻസും കൂടെ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ എഴുതി വരും. ഫസ്റ്റ് മോഡ്യൂൾ അതുവരെ നോട്ട് ഉണ്ടായിരിക്കും. സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വരെ നിങ്ങൾ വേറെ കുറച്ച് പേജസ് വിട്ടതിന് ശേഷം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എവിടെ അല്ലേ? ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോ ഓക്കെ. അപ്പൊ എന്താന്ന് വെച്ചാലേ ഞാൻ ജസ്റ്റ് എന്താന്നുള്ളത് വേഗം പറയും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ എടുക്കാനും ഉണ്ട് ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് നാളെ ക്ലാസ്സിൽ 2 പീരീഡിൽ നമ്മൾ അത് തീർക്കണം കേട്ടോ. ഇത് എന്തായാലും നമുക്ക് നാളെ തീർത്തേ പറ്റൂ. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഫ്രീ വൈബ്രേഷൻ വിത്തൗട്ട് ഡാമ്പിങ് ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് പഠിച്ചിട്ടുണ്ട് നോക്കുന്ന ചാറ്റ് എവിടെയെങ്കിലും പറയേ മൈക്കോടെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ആർദ്ര മിസ് എസ്സേയിൽ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ? ഒരു മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ഇത് ഈ നൊട്ടേഷൻസ് ചിലപ്പോൾ ഇങ്ങനെ ആയിക്കോളണം എന്നില്ല. അതായത് എന്താണ് നമ്മൾ പറയാ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഫ്രീ വൈബ്രേഷൻ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫ്രീ വൈബ്രേഷൻ വിത്ത് ഡാമ്പിങ് വിത്തൗട്ട് ഡാമ്പിങ് പഠിക്കാനുണ്ട്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ വിത്ത് ഡാമ്പിങ് വിത്തൗട്ട് ഡാമ്പിങ് പഠിക്കാനുണ്ട് അല്ലേ? എന്താണ് ഫ്രീ വൈബ്രേഷൻ വിത്തൗട്ട് ഡാമ്പിങ് എന്ന് പറയുമ്പോൾ? ഒരു മാസ് നമ്മൾ ആലോചിക്കുകയാണ്. ഒരു മാസ് ഇവിടെ ഹിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് താഴെ ഒരു സ്പ്രിങ് ഉണ്ട്. അതിന്റെ മൂവ്മെന്റ് കാണിക്കാനായിട്ട് നമ്മളൊരു ബീമല്ല, ഒരു കട്ട പോലെ ഒരു സാധനം, പലക പോലെ ഒരു സാധനം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ മാസ് ഇതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോ മാസ് ഇങ്ങനെ തൂങ്ങുമ്പോ താഴെയുള്ള സ്പ്രിങ്ങിന് എന്തുണ്ടായിരിക്കും? സ്പ്രിങ് ഡിഫ്ലക്ട് ചെയ്യും അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ഫ്രീ വൈബ്രേഷൻ നിങ്ങൾ ആദ്യം അതൊന്ന് ജസ്റ്റ് ആടാനുള്ള ഒരു ഓസിലേഷൻ വരാനുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു. അതിന് ശേഷം നിങ്ങൾ ആ നിർത്തി. നിങ്ങളുടെ നിങ്ങൾ ആദ്യം ഒരു കൈ കൊണ്ട് തട്ടിയെന്ന് വിചാരിച്ചോ, പിന്നെ നിങ്ങൾ ആ തട്ടല് മാറ്റി അല്ലേ? അപ്പൊ അതെന്താ? ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്യും. ഫ്രീ വൈബ്രേഷൻ ആണ് അതിൽ ഇൻഡ്യൂസ് ആവുക. ക്ലിയർ? യാമിനിയുടെ സൗണ്ട് ഒന്നും കേൾക്കാമല്ലോ. യാമിനി പറഞ്ഞു ഇത് കണ്ടോ? അത് യാമിനി പോയാ? ശരി. അപ്പൊ നമ്മുടെ ഇത് കണ്ട ഇത് നാളെ നമുക്ക് ബോർഡിലൊക്കെ ഒന്ന് വരയ്ക്കാം കേട്ടോ. പക്ഷെ സമയം നമുക്ക് കുറവായിരിക്കും. നിങ്ങൾ വേഗം ബെല്ലടിച്ചാൽ വേഗം അങ്ങോട്ട് വരണം കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മാസ്, അതിന്റെ താഴെ ഒരു സ്പ്രിങ്. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ലാറ്ററലി ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അങ്ങനെ കാണിച്ചാലും തന്നെയാണ് സെയിം തന്നെയാണ്.
വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് സെറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ തൂങ്ങുമ്പോൾ വെയിറ്റിനനുസരിച്ച് ഇത്ര മാസം ആകുമ്പോൾ അതിങ്ങനെ ആ സ്പ്രിങ് ഇങ്ങനെ വരിയില്ലേ. അപ്പൊ അത് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയാണെങ്കിൽ അത് സെറ്റ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ സിസ്റ്റത്തിനെ നമ്മൾ എന്താ ചെയ്യണേ, നമ്മൾ ഇതിന്റെ ഡൈനാമിക് അനാലിസിസ് നമ്മളെപ്പോഴും നമ്മൾ എന്താണ് പറഞ്ഞത് ശരിക്കും നമ്മൾ എന്താ പറഞ്ഞേ, നമ്മളെ ഡൈനാമിക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മളെ സിസ്റ്റത്തിനെ യു വിൽ ബി ഐഡിയലൈസിങ് ആസ് എ മാസ് സ്പ്രിങ് ഐഡിയലൈസേഷൻ അല്ലെ. In order to continue with your dynamic analysis, you need to treat your system as a mass spring idealized system. അതായത് മൊത്തം ബിൽഡിങ്ങിന് ഒരു മാസ് ഉണ്ട്, മൊത്തം ആ ഒരു സിസ്റ്റത്തിൽ ഇത്ര സ്റ്റിഫ്നെസ് ഉണ്ട് എന്നുള്ള പോലെ എടുത്തിട്ട് ട്രീറ്റ് ചെയ്താലാണ് നമുക്ക് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഡൈനാമിക് സേഫ്റ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ ഇനി ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ മാസം സ്റ്റിഫ്നെസ്സും വന്നത്. അപ്പൊ ഇവിടെ മാസ് എന്നുള്ളത് മാസം മാർക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ പോകുന്ന പോലെ നമ്മൾ പോവാണ്. അതിന്റെ താഴെയുള്ള കോളത്തിന് സ്റ്റിഫ്നെസ് കെ ഉണ്ട് കേട്ടോ. അവിടെ കെ അവർ എഴുതാൻ വിട്ടുപോയതാ. ഇവിടെ നാളെ നമുക്ക് നോട്ടിൽ എഴുതുമ്പോൾ കെ എഴുതാം. ഇത് എഴുതണ്ട, അത് നമ്മൾ നാളെ ക്ലാസ്സിൽ നിന്ന് നേരിട്ട് എഴുതുക ചെയ്യാം. ഇത് നിങ്ങൾ നോട്ടിക്ക് നാളെ എഴുതി വരണ്ട. പക്ഷെ നാളെ നല്ല സ്പീഡിൽ നമ്മൾ പോവും. എന്തെങ്കിലും വിട്ടുപോയാൽ ഈ നോട്ടിൽ നിന്ന് നോക്കി എഴുതണം കേട്ടോ. അപ്പൊ എന്താണ് ആ മാസ്? അപ്പൊ ആ മാസ് ഇവിടെ ആക്സിലറേഷൻ, മാസ് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോ എന്താണ്, അതൊരു ആക്സിലറേഷനിലല്ലേ അത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ ഗ്രാവിറ്റി കാരണം തന്നെ അല്ലേ, ഗ്രാവിറ്റി അല്ല, ആ ഒരു ഇത് താഴത്തേക്ക് വരില്ലേ. അപ്പൊ അതിന്റെ ഇനേർഷ്യൽ ഫോഴ്സ് എന്താണ്? ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലല്ലേ, ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്ക് പറയാം ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആണ് വരിക. ഒന്നെന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫോഴ്സ്. ഇനേർഷ്യൽ ഫോഴ്സ് പറയുമ്പോൾ എം ഇൻറ്റു എന്താണ് ആക്സിലറേഷൻ. എം എ എന്ന് പറയുന്ന ആക്സിലറേഷൻ താഴത്തേക്ക് വരും. വെയിറ്റിന്റെ ആഗ്രഹം താഴത്തേക്ക് വരാനാണ്. അപ്പൊ എം എ എന്ന് പറയുന്നത് എന്താ, ഇനർഷ്യൽ ഫോഴ്സ് എം എ. അപ്പൊ അത് സ്പ്രിങ് എന്താ ചെയ്യുക, സ്പ്രിങ് റിസ്റ്റോറിങ് ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അത് എന്താണ്, സ്പ്രിങ് എന്ന് പറയുന്നത് റീസ്റ്റോർ ചെയ്യാൻ ചെയ്യുക. അപ്പൊ എന്താണ് കെ എക്സ് എന്നാണ് സ്പ്രിങ്, കെ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ സ്പ്രിങ് ഫോഴ്സ് റീസ്റ്റോറിങ് ഫോഴ്സ് കെ എക്സ്, നമ്മുടെ ഇനേർഷ്യൽ ഫോഴ്സ് എം എ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് നോക്കുമ്പോ എന്ത് പറയാ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സെറ്റ് അല്ലേ. അപ്പൊ ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയാ വരിക, വെലോസിറ്റി ഡി സെഡ് ബൈ ഡി ടി ആണ്, ആക്സിലറേഷൻ ഡി സ്ക്വയർ സെഡ് ബൈ ഡി ടി സ്ക്വയർ. അപ്പൊ എം ഇൻറ്റു ഡി സ്ക്വയർ സെഡ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എന്ത് പറയാം, റിസ്റ്റോറിങ് ഫോഴ്സ്. സ്പ്രിങ്ങിന് തിരിച്ചു പോവാൻ സ്പ്രിങ് കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ കെ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിസ്റ്റോറിങ് ഫോഴ്സ്. മനസ്സിലായോ? അപ്പൊ ഒന്ന് താഴത്തേക്ക് ഇനർഷ്യൽ ഫോഴ്സ്, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം എ, മറ്റേ സാധനം തിരിച്ച് വരാനായിട്ട് അതാക്കുന്നു. അപ്പൊ മൈനസ് കെ സെഡ്. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടിനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൾജിബ്രിക് സം 0 എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതാണ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ഓഫ് യുവർ ഫ്രീ വൈബ്രേഷൻ വിത്തൗട്ട് ഡാമ്പിങ്. ഇവിടെ ഡാമ്പറിനെ നമ്മൾ കാണിച്ചിട്ടില്ല. ഡാമ്പർ ഇല്ലാത്തൊരു സിസ്റ്റമാണ്, അതായത് അൺഡാംപ്ഡ് കേസ് ആണ് ഫ്രീ വൈബ്രേഷന്റെ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ അൺഡാംപ്ഡ് കേസ് എം ഡി സ്ക്വയർ സെഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ സെഡ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇനി ഇത് സോൾവ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എം ടെക്കാർക്ക് ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അത് വേണ്ട തോന്നുന്നു. നിങ്ങൾ ഇതിന്റെ സൊല്യൂഷൻ എസ് എയിൽ പഠിച്ചിട്ടുണ്ടോ സോൾവ് ചെയ്യാൻ? ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് യെസ് അവിടെ പറഞ്ഞോളൂ. പഠിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് അതിന്റെ കാണാപ്പാടം പഠിച്ചു വെച്ചാൽ മതി. ശരിക്കും ഇത് എം ടെക്കാർക്ക് ഒരു 3-4 പേജിൽ ഡെറിവേഷൻ ആയിട്ട് ഞാൻ അവർക്ക് 3-4 പേജില്ല, 2-3 പേജേ വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഈ സോയിൽ ഡൈനാമിക്സിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഇത് വരുന്നത്, സെഡ് ഈക്വൽ ടു എ സൈൻ ഒമേഗ. ഇത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ S3 മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഇവിടെ സെഡ് അല്ലേ, നമ്മുടെ അത് കണ്ടുപിടിക്കേണ്ട സാധനം സെഡ് അല്ലേ. അപ്പൊ എത്രയാ ഡിസ്പ്ലേസ്മെന്റ് സെഡ് എന്ന് പറയുമ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി. ഒമേഗ എൻ ടി ആണ്, ഒമേഗ ടി എന്നല്ല ഒമേഗ എൻ ടി ആണ്. എൻ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പൊ എന്ത് പറയാം, ഇവിടെ എ സൈൻ ഒമേഗ എൻ ടി പ്ലസ് ബി കോസ് ഒമേഗ എൻ ടി ആണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. അതിനെ സോൾവ് ചെയ്ത് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്ത് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ബൈ ഒമേഗ എൻ സൈൻ ഒമേഗ എൻ ടി ഒമേഗ എൻ ടി പ്ലസ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് Z0 കോസ് ഒമേഗ എൻ ടി എന്നാണ്. ഇതൊന്നും കാണാതെ പഠിച്ചിട്ട് ചിലപ്പോൾ ഇതിന്റെ പ്രോബ്ലം ചോദിക്കാം. നാളെ ഇത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം √k/m അറിയാമെന്നാണോ? നിങ്ങളത് ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടോ?
ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എസ്സേയുടെ നോട്ടും കൂടി നാളെ നോക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഒമേഗ n ഈക്വൽ ടു റൂട്ട് കെ ബൈ എം, ഇത് കാണാതെ പഠിക്കണം. ഒമേഗ n ഈക്വൽ ടു റൂട്ട് കെ ബൈ എം റേഡിയൻ പെർ സെക്കൻഡിലാണ്. അതെന്താണ്? നമ്മുടെ അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി, സർക്കുലാർ നാച്ചുറൽ ഫ്രീക്വൻസി, that too in undamped case for free vibration. അപ്പൊ ഒമേഗ n എന്താണ്? റൂട്ട് കെ ബൈ റേഡിയൻ പെർ സെക്കൻഡ്. ഇനി അതിനെ ലീനിയർ രീതിയിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് എൻ ആണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? സർക്കുലാറിനെ എങ്ങനെ ലീനിയർ ആക്കാം? റൂട്ട് കെ ബൈ എമ്മിനെ ബൈ 2π ചെയ്താൽ പോരെ? അപ്പൊ അതാണ് 1/2π റൂട്ട് കെ ബൈ എം ചെയ്താൽ നമുക്ക് അതിന്റെ എന്ത് കിട്ടും? ലീനിയർ നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടും. അതിന്റെ യൂണിറ്റ് ആണ് ഹെർട്സ് അല്ലെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡ്. ക്ലിയർ അല്ലേ? ഇനി നാച്ചുറൽ ഫ്രീക്വൻസി ടി എൻ ആണെങ്കിൽ എന്താണ്? 2π ബൈ ഇതായിരുന്നു 2 ഒമേഗ ഇത് തമ്മിലുള്ള റിലേഷൻ പറയൂ. 1/f അല്ലേ? അതായത് ഇതിനെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ 2π ബൈ ഒമേഗ n ചെയ്ത് കഴിഞ്ഞാല് 2π ബൈ ടി, അങ്ങനെയല്ലേ ഇക്വേഷൻ വരിക? 2π ന്യൂ ഈക്വൽ ടു ടൈം പീരീഡ്. അപ്പൊ 2π ബൈ ഒമേഗ n ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ് കിട്ടും. അതായത് 2π റൂട്ട് എം ബൈ കെ. മനസ്സിലായോ? അപ്പൊ അത് സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി ഇത് നമുക്ക് നാളെ ക്ലാസ്സിൽ നിർത്തണോ അതോ നാളെ എടുത്താൽ മതിയോ? നാളേക്ക് എടുത്തത് കഴിയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, കുറേ ഉണ്ടെന്ന് പറയാൻ. നാളെ നമുക്ക് എടുത്ത് അങ്ങോട്ട് തീർക്കാം അല്ലേ? അപ്പൊ അടുത്ത പോർഷൻ വരുമ്പോൾ നമുക്കത് ഓൺലൈൻ ക്ലാസ് വീണ്ടും ഇതിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് വെക്കുമ്പോൾ അടുത്ത ആഴ്ച വരേണ്ടി വരും. ഇത് എടുത്ത് നാളെ മിക്കവാറും ഇത് മാത്രമേ നമുക്ക് തീർക്കേണ്ട രീതിയിൽ തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിപ്പോ ഒരു 10 മിനിറ്റ് കൂടി എടുക്കണോണ്ട് പ്രശ്നമുണ്ടോ? 1 മണി വരെ എടുത്താലോ? 1 മണിക്ക് നമുക്ക് നിർത്താം കേട്ടോ, കറക്റ്റ് 1 മണിക്ക് നിർത്താം. ഓക്കെ അഞ്ജന, ഓക്കെ അല്ലേ? എന്താണെന്ന് ഓടിച്ചിട്ട് പറയേണ്ടത്? നമുക്ക് 1 മണിക്ക് നിർത്താം, ബാക്കിയുള്ളത് നമുക്ക് നാളെ എടുക്കാം. സത്യം പറഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല, നമ്മള് പറഞ്ഞത് കേട്ടില്ലേ? ഓക്കെ, ഇതും കൂടി ഞാൻ പറയാം. ഇതൊന്ന് നോക്കി, ഇത് കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്? ശ്രീലക്ഷ്മി പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ 2π റൂട്ട് എം ബൈ കെ ആണ് നമ്മുടെ സെക്കൻഡിന്റെ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊക്കെ പഠിക്കേണ്ടതാണല്ലോ. അപ്പൊ ഇത് ഒന്ന് നോക്കിട്ട് വരും. ശരി. അപ്പൊ നമ്മള് ഇത് കണ്ട, ഇവിടെ എം ബൈ കെ എന്ന് പറയുന്നത് നമുക്ക് വെരി ഗുഡ്. അപ്പൊ എന്താണ് നമ്മൾക്ക് ഇതിനെ കണ്ട, ഇത് തന്നെയാണ് ഇത് എന്നാണ് പറയണത്. അതായത് ഇത് നമുക്ക് നാളെ ഡെറിവേഷൻ ചെയ്യാം. ഇത് ഒരു സ്റ്റെപ്പ് ഡെറിവേഷൻ ആവശ്യമുള്ളൂ. ഈ ഇക്വേഷൻ, ഈ മാസ് എന്ന് പറയുമ്പോ വെയിറ്റ് ബൈ ഗ്രാവിറ്റി അല്ലേ മാസ്, അത്ര ഇവിടെ ചെയ്തിട്ടുള്ളൂ. മാസ് പറയുമ്പോ എന്താ? W/g അല്ലേ മാസ്. കെ എന്ന് പറഞ്ഞ എന്താ? സ്റ്റിഫ്നെസ് പറയുമ്പോ ഈ വെയിറ്റ് കാരണമല്ലേ ഈ മാസ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്യുമ്പോൾ W/g ആണ് മാസ് എന്ന് നിങ്ങൾക്ക് അറിയാം. W/g അല്ലേ? mg ആണ് mg, വെയിറ്റ് ഈക്വൽ ടു mg. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഈ മാസിനെ W/g എന്ന് എഴുതിക്കൂടെ? ഈ കെ എന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴും നമ്മൾ പറയാ? ഡിഫ്ലക്ഷൻ. സ്റ്റിഫ്നെസ് പറയുമ്പോൾ നമ്മൾ എന്താണ് സ്റ്റിഫ്നെസിന്റെ ഒരു മിനിമൽ രീതിയിൽ നിങ്ങൾ പറയാ? എന്താണ് സ്റ്റിഫ്നെസ്? അനൂപ, സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, അനൂപയോട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ആരോടും ചോദ്യമില്ല. സ്റ്റിഫ്നെസിന്റെ ഡെഫിനിഷൻ എന്താണ്? വെരി ഗുഡ്, ഏകദേശമൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. 1 സെന്റിമീറ്റർ ഡിഫ്ലക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് പറയുക. അതായത് നല്ല റിജിഡ് ബോഡി ആണെങ്കിൽ, നിങ്ങൾ നല്ല ശക്തിയുള്ള ആളല്ലെങ്കിൽ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ കുലുങ്ങില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഭയങ്കര റിജിഡ് ആണ്, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് കൂടുതലാണ് അർത്ഥം. നിങ്ങൾ ഭയങ്കര വീക്കായ ആൾക്കാരാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കരയില്ലേ? അപ്പൊ നിങ്ങൾ എന്താണ്?
ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. മനസ്സിലായി? അതേപോലെ തന്നെയാണ് ബോഡികൾക്ക്. ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ 1 യൂണിറ്റ് ഡിഫ്ലക്ട് ചെയ്യാൻ എത്ര ഫോഴ്സ് കൊടുക്കണം? അത് കൂടുതൽ ഫോഴ്സ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അത്ര കൂടുതൽ റിജിഡാണ്, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് അത്രയും കൂടുതലാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണെങ്കിൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് ഡിഫ്ലക്ട് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക, അത് അങ്ങനെ. അതാണ് സ്റ്റിഫ്നെസ്, ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? ഇവിടെ ഇതൊക്കെ കാരണമായത് എന്ത് കാരണം? ഈ വെയിറ്റ് മാസ് കാരണമല്ലേ ഇവിടെ ഈ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. ഈ എം ഇല്ലായിരുന്നെങ്കിൽ ഇത് വല്ല തൂങ്ങിയാടുമായിരുന്നോ? ഇവിടുത്തെ എം അല്ലേ ഇവിടുത്തെ കാരണഭൂതനായിട്ടുള്ള സാധനം. അപ്പൊ ഈ എം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫോഴ്സ്. അപ്പൊ ആ ഫോഴ്സ് എത്രയാണ്? ഡബ്ല്യു എന്ന് പറയുന്ന വെയിറ്റ് ആണെങ്കിൽ W/G അല്ലേ ഇവിടെ കാരണമായത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് പറയാം ഇവിടെ എന്താ പറയാ, കെ എന്ന് പറയുമ്പോൾ എന്താ? കെ എന്ന് പറയുമ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ് കെ എങ്കിൽ ഫോഴ്സ് W ബൈ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, മറന്നു. അതായത് W ബൈ ഡെൽറ്റ ആണ് കെ. അല്ലെങ്കിൽ ഇവിടെ ഡെൽറ്റ എന്നല്ല അവരുടെ നൊട്ടേഷൻ, റോ സ്റ്റാറ്റിക് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ W ബൈ റോ സ്റ്റാറ്റിക് ആണ് കെ അല്ലേ. റോ സ്റ്റാറ്റിക്കിനെ നമ്മൾ കണ്ടോ, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അനൂപ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ആണ് റോ ഡെൽറ്റ എന്ന് പറയാം നമ്മൾ. യൂഷ്വലി നിങ്ങൾ ഡെൽറ്റ എന്ന് പറയും, ഇവരിവിടെ റോ സ്റ്റാറ്റിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ W ബൈ വെയിറ്റ് ബൈ റോ സ്റ്റാറ്റിക്കിനെ കെ എന്ന് പറഞ്ഞൂടെ. അപ്പൊ W കട്ടായി പോയാ G ബൈ റോ സ്റ്റാറ്റിക് എഴുതിക്കൂടെ. അപ്പൊ ഇത്രയൊന്നും എഴുതി കൊണ്ടുവരണതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇതൊന്നും എഴുതി കൊണ്ടുവരണം, നാളെ ഇതും കൂടി അവസാനിപ്പിക്കാം കേട്ടാ. അപ്പൊ ഇത്ര എഴുതാ. ഇതിന്റെ വിത്ത് ഡാമ്പിങ് എന്നുള്ളത് നമുക്ക് നാളെ ക്ലാസ്സിൽ വേഗം പറഞ്ഞു പോവാം. ഇതൊക്കെ വേഗം ഇതൊന്നും അധികം ചോദ്യങ്ങൾ സത്യം പറഞ്ഞത് ഇതുവരെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നാളെ ഒന്നും കൂടി നോക്കട്ടെ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കി പ്രോബ്ലം ബേസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഈ അര മൊഡ്യൂൾ നാളെ തന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നമ്മുടെ ഡ്രൈവിൽ ഇടും ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും ഏതെന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതങ്ങോട്ട് ഫോക്കസ് ചെയ്യാം. ഇനി ഇത്രയൊക്കെ പഠിച്ചാലും ഇത് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് കുറച്ച് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കുറെ ടെസ്റ്റുകൾ പഠിച്ചാൽ നമുക്ക് ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ഇതൊന്ന് മാർക്ക് കിട്ടും ചെയ്യും. പക്ഷെ എനിക്കിത് പറയാതെ പോകാനും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ അത്ര ഒരു ഫോക്കസ് കൊടുക്കാതെ എന്നാൽ നമുക്കത് ഡെറിവേഷൻ ഒന്നും എടുക്കാതെ പോവാം. അപ്പൊ ഇവിടെ വിത്ത് ഡാമ്പിങ് ഉണ്ടോ? ഇത് വിത്തൗട്ട് ഡാമ്പിങ്ങിന്റെ കേസ്, അത് നാളെ നോട്ടിക്ക് എഴുതി കൊണ്ടുവരണം കേട്ടോ. ഇതുവരെയുള്ളത് നിങ്ങൾ നാളെ നോട്ടിലേക്ക് എഴുതി കൊണ്ടുവരുന്നു. ഇനി വിത്ത് ഡാമ്പിങ് എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ വേഗം ഇനി 3 മിനിറ്റും കൂടി ഇല്ലേ. ഇവിടെ കണ്ടോ, ഒരു ഡാമ്പർ പ്ലേസ് ചെയ്തു, ഡാഷ്ബോർഡ് ഡാമ്പർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എസ്എയിൽ പഠിച്ച ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. അതായത് മാസ് സ്പ്രിംഗ് സിസ്റ്റത്തില് ഇതിനെന്ത് പറയും? മാസ് സ്പ്രിംഗ് ഡാഷ്ബോർഡ് മോഡൽ എന്ന് പറയും. മറ്റത് എന്തായിരുന്നു? മാസ് സ്പ്രിംഗ് ഐഡിയലൈസേഷൻ ആണെങ്കിൽ ശരിക്കും എന്താ ഡാമ്പിങ് വരില്ലേ? ഡാമ്പിംഗ് എന്ന് പറയുമ്പോൾ ആ വൈബ്രേഷൻ കുറയ്ക്കാനുള്ള ഡാമ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാറ്റൊക്കെ വരുമ്പോൾ തന്നെ ഡാമ്പിംഗ് കുറയുകയാണെന്നെങ്കിൽ അങ്ങനെ ഡാമ്പിംഗ് സിസ്റ്റത്തിന്റെ ഓസിലേഷൻ കുറയില്ലേ? അപ്പൊ നമ്മൾ ഐഡിയലൈസ് ചെയ്യുമ്പോൾ ഇഫ് യു ആർ ഇന്റഗ്രേറ്റിംഗ് സ്റ്റിഫ്നെസ് ആൻഡ് ഡാമ്പിംഗ്, അപ്പൊ നമ്മൾ എന്ത് പറയും? മാസ് സ്പ്രിംഗ് ഡാഷ്ബോർഡ് അല്ലെങ്കിൽ മാസ് സ്പ്രിംഗ് ഡാമ്പിംഗ് മോഡൽ എന്നുള്ള രീതിയിൽ പറയും. മാസ് സ്പ്രിംഗ് കണ്ടോ, മാസ് സ്പ്രിംഗ് അനലോഗി ആൻഡ് ഡാമ്പിംഗ് ഫാക്ടറും കൂടി അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇക്വേഷൻ കണ്ടോ, അവിടെ എന്താണ്? സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡാമ്പിംഗ് കോഷ്യന്റ് ഓഫ് ഡാമ്പിംഗ്. വെലോസിറ്റിനെ കുറയ്ക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, വാതിലിൽ ഡാമ്പർ എന്തിനാ വെച്ചത്? വാതിൽ അടയാളം സ്പീഡ് കുറയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ആ സ്പീഡിനെ കുറയ്ക്കാനായിട്ടാണ് സി വന്നത്. അങ്ങനെ ആലോചിക്കുക, മനസ്സിലാവുന്നില്ലേ? അപ്പൊ സി ഇൻറ്റു വി ആണ് അവിടുത്തെ ആ സാധനം. വെലോസിറ്റി എന്ന് പറയുമ്പോൾ dz/dt. ഇത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത്രേ പരിപാടിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ സൊല്യൂഷൻ മാത്സിൽ പഠിച്ച പോലെ ഇതാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്ന പോലെ നോക്കട്ടെ, ഏതിനാ ചോദ്യം കൂടുതലെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇനി അതിൽ നിന്നാണ് നമുക്ക് ഈ സാധനങ്ങൾ CC എന്നൊക്കെ പറയുന്ന ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ്, ഡാമ്പിംഗ് ഫാക്ടർ, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയണമെങ്കിൽ നമുക്ക് അതൊക്കെ പറഞ്ഞല്ലേ പറ്റൂ. കണ്ട, ഡാമ്പിംഗ് ഫാക്ടർ D എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ട, C/cc എന്നുള്ളത് പഠിക്കണം. അപ്പൊ നമ്മൾ നാളെ ഇത് വേഗം പഠിക്കും. അത് കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ എന്താണ്? കണ്ടോ, ഒരു ഫോഴ്സ് കൊടുത്താൽ നേരത്തെ പിക്ചറിൽ ഫോഴ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ മാസ് കാരണം മാത്രമല്ലേ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായേ. നമ്മൾ വീണ്ടും അതിലൊരു ഫോഴ്സ് Q എന്ന് പറഞ്ഞ ഫോഴ്സ് കൊടുത്തപ്പോൾ എന്താണ്? ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് Q0 ആണെങ്കിൽ Q0 sin ωt എന്ന് പറയുന്ന ഒരു റിപ്പറ്റേറ്റീവ് ഫോഴ്സ് അതിൽ കൊടുക്കുകയാണെങ്കിൽ ആ Q ആണ് അവിടുത്തെ. നേരത്തെ ഇത് കൂടി പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിർത്തൂട്ടാ. നേരത്തെ കണ്ട ഇവിടെ വലത്ത് ഭാഗത്ത് 0 അല്ലേ? കാരണം എന്താ? ഫ്രീ വൈബ്രേഷൻ ആയതുകൊണ്ട് ആരും ഫോഴ്സ് എക്സേർട്ട് ചെയ്തില്ല എക്സ്റ്റേണൽ ആയിട്ട്. അതുകൊണ്ടാണ് വലത് ഭാഗത്ത് ഇവിടെ 0 വന്നു,
ഫ്രീ വൈബ്രേഷനിൽ വിത്ത് ഡാമ്പിങ് ആണെങ്കിലും ഇക്വേഷനിൽ 0 വന്നു. ഫ്രീ വൈബ്രേഷൻ വിത്ത് ഡാമ്പിങ് ആൻഡ് വിത്തൗട്ട് ഡാമ്പിങ് നമ്മൾ അനലൈസ് ചെയ്ത് സൊല്യൂഷൻ ഒക്കെ കണ്ടുപിടിച്ചു. ഇനി വിത്ത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആകുമ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് നിങ്ങൾ ആദ്യം പഠിക്കണേ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലേ? അപ്പൊ അതിന്റെ വലതു ഭാഗത്ത് കണ്ടോ അപ്ലൈഡ് ഫോഴ്സ് ക്യൂ വന്ന് കണ്ടോ? ക്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? Q0 സൈൻ ഒമേഗ ടി. ഒമേഗ എന്ന് പറയുന്നത് അവിടെ അപ്ലൈഡ് ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്ലൈഡ് ഫ്രീക്വൻസി, നാച്ചുറൽ അല്ല അപ്ലൈഡ്. ഇനി അതിന്റെ സെറ്റിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ വരുന്നത്. ഇതിൽ ഇത്രേ പഠിക്കാം. അതിലാണ് ഡൈനാമിക് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ. ഇതെന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. ഇനി അതിൽ വിത്ത് ഡാമ്പിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇത് കാണാം. അതിന്റെ ഇതൊക്കെ എംടെക്കുകാർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതാണ് അവർക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പൊ ഇത് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വേഗം അതിന്റെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് കണ്ടോ. ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം കണ്ടോ. ഇത് കണ്ടോ, ക്ലിയർ അല്ലേ? ഇനി ഇത് കണ്ടോ, ഇതിന്റെ പ്രോബ്ലം ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പേജുകളാണ് ഇതിൽ വരുന്നത്. ഇത്ര പ്രോബ്ലംസ് ഇത് കഴിഞ്ഞു. പിന്നെ ഇത് നമ്മളിപ്പോ പറഞ്ഞതാ. അപ്പൊ നാളെ നമ്മൾ മാക്സിമം ഫാസ്റ്റ് ഒക്കെ ആയി പോയി നമ്മളത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ശേഷം ഒരു ഓൺലൈൻ ക്ലാസ്സും കൂടി വെച്ചാൽ നമുക്ക് ഈ ഒരു മൊഡ്യൂള് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പൊ അടുത്ത ആഴ്ചയും കൂടിയും ചിലപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സും കൂടി ഉണ്ടാവും കേട്ടോ. ഇത്ര പോരെ? 1 മണിയായി. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നിർത്തിയാലോ? ഓക്കെ, അപ്പോൾ നിർത്തുകയാണ് കേട്ടോ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, റെക്കോർഡിങ്ങും സ്റ്റോപ്പ് ചെയ്യാം.